Hello, Namaskaram. Welcome to Ada 24/7 Malayalam channel. Good morning. This is Rintu Sebastian and welcome to the Hindu Editorial session of 2nd Feb 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഗ്രാമർ സ്ട്രക്ചേഴ്സ് വൊക്കാബ് ഒക്കെ നോക്കാം. അപ്പോൾ വെൽക്കം വൺസ് അഗൈൻ. അപ്പോൾ നമ്മുടെ റെഗുലറായിട്ട് അറിയാം 9 to 10 എല്ലാ ദിവസവും നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ 9 to 10 നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് നടത്താറുണ്ട്. സാറ്റർഡേസിൽ ഇപ്പോൾ നമ്മൾ വൊക്കാബിൻ്റെ മാത്രം ഹിന്ദു എഡിറ്റോറിയലിലെ വൊക്കാബിൻ്റെ മാത്രം വീക്ക്ലി ക്വിസ് നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ സെഷൻ്റെ പ്രത്യേകത ഇതാണ്, നമ്മൾ ആദ്യമേ ജസ്റ്റ് ആർട്ടിക്കിൾസിൽ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വൊക്കാബിലോട്ടാണ് പോകുന്നത്. ഇഡിയംസ്, ഫ്രേസസ് അതിൽ പോകുന്നു, എന്നിട്ട് സിനോണിംസ്, ആൻറ്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ പോകുന്നു. ആൻഡ് ആർട്ടിക്കിൾ ഓഫ് ദ ഡേ ഡിസ്കസ് ചെയ്യുന്നു. സ്പോട്ട് ദ ക്വസ്റ്റൻ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ അങ്ങനെ ഈ സെഷൻ്റെ പ്രത്യേകത എല്ലാ എക്സാംസിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. അത് UPSC എക്സാംസ് ആയിക്കോട്ടെ, KS എക്സാംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ SSC ലെവൽ എക്സാംസ്, ESIC, ബാങ്കിങ് എക്സാം, ഡിഗ്രി ലെവൽ എക്സാം, ഏത് എക്സാംസ്, സ്റ്റേറ്റ് PSC എക്സാംസിന് എല്ലാത്തിനും ഹെൽപ്ഫുൾ ആണ് വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാം, കോംപ്രിഹെൻഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽസ്, റീഡിംഗ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വൊക്കാബുലറി എൻട്രി ചെയ്തെടുക്കാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, സോ വെൽക്കം വൺസ് അഗൈൻ. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും, ടെസ്റ്റ് സീരീസിന്, ബുക്സിന്, അതുപോലെ തന്നെ ബുക്സിന്, ഹാർഡ് കോപ്പിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും പറയുന്ന പോലെ Ada 24/7 ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾ കയറുക. നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാക്കൽറ്റി കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട. Y314 Y314 എൻ്റെ കോഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ സെലക്ഷൻ ബാച്ച് 31-ാം തീയതി, അതായത് മിനിഞ്ഞാന്ന് ആരംഭിച്ചു. അപ്പോൾ 2 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2 മണിക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ ഡെയിലി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 6 മണിക്കുണ്ട്, പിന്നെ 8:30-ക്കുണ്ട്. അങ്ങനെ 3-1.5 മണിക്കൂർ സെഷനാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഉള്ളത്. അപ്പോൾ ഇനിയും ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്തിട്ട് പഠനം തുടങ്ങിയിട്ടില്ല, എന്നാൽ പഠിച്ചേക്കാം എന്ന് മനസ്സിൽ ഉണ്ടെങ്കിൽ, ആഗ്രഹമുണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. പഠിക്കേണ്ട, ജോയിൻ ചെയ്യാം. ഓക്കെ, അതുകൂടാതെ നമ്മുടെ SSC, CGL, CHSL ടോപ്പേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 23-ാം തീയതി നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളവർ വേഗം ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ 3 ക്ലാസ്സുകളാണ്. നമ്മൾ ഏപ്രിൽ 16-ാം തീയതി കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കും. ഓക്കെ, സോ അതുകൂടാതെ ESICയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് 5-ാം തീയതി. നമ്മൾ സൂം ഇവൻറ്റ് വെച്ചിരുന്നു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. UDC, MTS സ്റ്റെനോഗ്രാഫർ വിളിച്ചിട്ടുണ്ട്. അതിൽ UDC, MTSനാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത് കേട്ടോ, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ 1 നമ്മുടെ, അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം. UDC എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. MTS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10th ലെവലുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, ഇത് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ്. നല്ലൊരു ജോബാണ്. മാത്രമല്ല നിങ്ങൾക്ക് ട്രാൻസ്ഫർ അല്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 15-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒതുങ്ങിക്കൂടി പോരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 3200-ലധികം വേക്കൻസി ഇത്തവണ ഉണ്ട്. അപ്പം നല്ല ഓപ്പർച്യൂണിറ്റി. കൂടാതെ നിങ്ങൾ ഓർക്കുക, പെൻഷനുണ്ട്, പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സ്കീമുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല സ്കീമുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. പിന്നെ അത്ര ഹെക്റ്റിക് വർക്കല്ല, വളരെ സിമ്പിളായ വർക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ഡിഗ്രി പ്രിലിംസിൻ്റെ നെക്സ്റ്റ് ഓഗസ്റ്റിലൊക്കെ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 മാസമാണ് ബാച്ച്. 16-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ, മറക്കണ്ട. 2 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് ഡെയിലി പോവുക. ഡെയിലി ക്ലാസ്സുകളില്ല, ആഴ്ചയിൽ 4 ക്ലാസ്സുകൾ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി താമസിപ്പിക്കുന്ന ഏജ് ലിമിറ്റ്, UDCയുടെ ഏജ് ലിമിറ്റ് എനിക്ക് തോന്നുന്നു 26 ആണെന്നാണ് തോന്നുന്നത് കിഷോർ. UDCയുടെ, MTSൻ്റെ 28 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തമ്മിൽ മാറിപ്പോയെന്ന് എനിക്കറിയില്ല. 26, 28 ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. ഒന്ന് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം കേട്ടോ. ESIC.recruitment.in എന്നുള്ള വെബ്സൈറ്റ് കൊടുത്തത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. പാർവതി ഗെറ്റിംഗ് ബെറ്റർ, കുഴപ്പമില്ലാതെ പോകുന്നു. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് ടു ടുഡേയ്സ് കോട്ട്. അപ്പോൾ ഇന്നത്തെ കോട്ട് ഇതാണ്, സ്ലോ പ്രോഗ്രസ് ഇസ് ബെറ്റർ ദാൻ നോ പ്രോഗ്രസ്. ഞാൻ പറഞ്ഞില്ല, ബെറ്ററായി വരുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പയ്യെ മതി, ടേക്ക് ഇറ്റ് സ്ലോ. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് എടുക്കുക.
അല്ലെ, ഓരോ സ്റ്റെപ്പ്, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നാ പറയുക നമ്മൾ. വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് വന്നാലും കുഴപ്പമില്ല, ബട്ട് യു ഹാവ് ടു പ്രോഗ്രസ് അല്ലേ. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കണം. ദാൻ നോ പ്രോഗ്രസ്, അതിനേക്കാളും ബെറ്റർ. പ്രോഗ്രസ് ഒന്നുമില്ല, ഒരു മെച്ചവും ഇല്ല, ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന സ്ഥായി ഭാവത്തിൽ നമ്മൾ ഇരിക്കുന്നതിൽ നിന്നും ബെറ്റർ സ്ലോ പ്രോഗ്രസ് ആണ് അല്ലേ. ഈച്ച് ആൻഡ് എവറി ഡേ ലിറ്റിൽ പ്രോഗ്രസ് എ ഡേ മേക്ക് ബെറ്റർ എന്നാണ് പറയാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോഗ്രസ് എന്നും നമുക്ക് വരുത്തണം. അതിപ്പോൾ പെട്ടെന്ന് ഉടനടി വരുമൊന്നുമില്ല. ഇറ്റ് മസ്റ്റ് ബി ഹാർഡ്, യുനോ, വളരെ ടഫാണ് പെട്ടെന്ന് ഒരു കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത്. അങ്ങനെയല്ല, ഗ്രാജുവൽ ആ പ്രോസസ്സ്. അപ്പോൾ ഗ്രാജുവൽ പ്രോസസ്സിന് നിങ്ങളൊരു ടൈം കൊടുക്കുക ആൻഡ് എഫേർട്ട് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ആ കോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, വന്നു MTS നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. ഹരി വന്നു. MTSൻ്റെയും അതുപോലെ തന്നെ UDCയുടെയും സെനോടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അല്ല സോറി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു. യെസ്, നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് ആയിട്ടേ വന്നിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ഐ നോ, ഐ നോ. താങ്ക് യു. ഹരി, MTS ഉദ്ദേശിച്ച് ഏതാ? SSCD ആണോ? ഇവിടെ ഞാൻ പറഞ്ഞ MTS ഏതാണെന്നറിയാമോ? നമ്മുടെ ESICയുടെ ആണ് കേട്ടോ. ESIC ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആണ് കേട്ടോ. ഒന്ന് ഓർക്കണേ. OBCക്ക് റിലാക്സേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു യെസ് ഉണ്ട്. OBCക്ക് ഉണ്ട്. യെസ് OBCക്കും SC ഇവർക്കൊക്കെ ഉണ്ട് കേട്ടോ. ജനറലിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് ഏറെക്കുറെ. യെസ് ഓക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർ ആർട്ടിക്കിൾ. ഇന്നത്തെ ആർട്ടിക്കിൾ ഒരേ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ, ആൻഡ് ദാറ്റ്സ് എ ബിഗസ്റ്റ് ആർട്ടിക്കിൾ. അത് നമുക്കറിയാം, ഇന്ന് വലിയൊരു ആർട്ടിക്കിളാണ് നമ്മുടെ ബഡ്ജറ്റ്. ഇന്നലെ നിർമ്മല സീതാരാമൻ നമ്മുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. 4ാമത്തെ കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റാണ് അത് അവരുടെ. അപ്പം ബഡ്ജറ്റിനെ പറ്റിയാണ് ഇന്ന്. അപ്പോൾ ബഡ്ജറ്റ് വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ആർട്ടിക്കിൾ ആൻഡ് ആർ അജണ്ട ഈസ് അബൌട്ട് ബഡ്ജറ്റ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ് റിലേറ്റഡ് ടു ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ 1 വേർഡ് ഇതാ പിടിച്ചോ, ക്ലോസ്ട്രോഫോബിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലോസ്ട്രോഫോബിയ. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കാറുള്ള ഒരുപാട് ഇതാണ് ക്ലോസ്ട്രോഫോബിയ. അപ്പോൾ ക്ലോസ്ട്രോഫോബിയ പറയുമ്പോൾ ക്ലോസ് എന്നുള്ള വാക്ക് വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഓർക്കാം. ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുമ്പോൾ ക്ലോസ് എന്ന് ഓർത്ത് എന്താ, ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് ഓർത്താൽ മതി. ക്ലോസ്ട്രോഫോബിയ. ഫോബിയ മീൻസ് ഫിയർ അല്ലേ. ഫോബിക് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണ്, ഇവിടെ ഒരു അഡ്ജക്റ്റീവ്. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് എന്നർത്ഥമാണ്. ക്ലോസ്ട്രോഫോബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജക്റ്റീവ് കോമ്പിനേഷനാണത്. ഓക്കെ, അപ്പോൾ ക്ലോസ്ട്രോഫോബിക് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഹാവിങ് എൻ എക്സ്ട്രീം ഓർ ഇറാഷണൽ ഫിയർ ഓഫ് കൺഫൈൻഡ് സ്പേസസ്. അടച്ചിട്ട് എൻക്ലോസ്ഡ് സ്പേസസ് അല്ലെ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസസിനോട്, ക്ലോസ്ഡ് സ്പേസസിനോട് പേടിയുള്ള ഒരാൾ. ഫോബിയ എന്ന് പറഞ്ഞാൽ ഓർക്കണം ഫിയർ ആണ്. ഫോബിയ, എന്ത് ഫോബിയ വേർഡ് കണ്ടാലും ഓർത്താൽ മതി, ഫിയർ എന്നാണ് അർത്ഥം അവിടെ. ഓക്കെ, അപ്പോൾ ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ സോഷ്യോഫോബിയ, ക്ലോസ്ട്രോഫോബിയ കേട്ടില്ല. സോഷ്യോഫോബിയ സോഷ്യൽ സ്പേസസിനോട് അല്ലെങ്കിൽ പുറത്ത് ജനക്കൂട്ടത്തിനോടൊക്കെ പേടിയുള്ള ഒരു അവസ്ഥ തന്നെയാണ് സോഷ്യോഫോബിയ വരെ. സോ ക്ലോസ്ട്രോഫോബിയ മീൻസ് ക്ലോസ്ഡ് ആയിട്ട് കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസസിനോട് പേടിയുള്ളവരെ നമുക്ക് പറയാം ക്ലോസ്ട്രോഫോബിയ. അപ്പോൾ ക്ലോസ്ട്രോഫോബിക് മീൻസ് എ പേഴ്സൺ ഹാവിങ് എൻ എക്സ്ട്രീം ഓർ ഇറാഷണൽ ഫിയർ ഓഫ് കൺഫൈൻഡ് സ്പേസസ്. വളരെ കോമൺ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു 1 വേർഡാണ് ഇന്നുണ്ടത്. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. സരിൻ, നമ്മൾ ESICയുടെ ക്ലാസ് കേട്ടോ. ഓക്കെ, 5-ാം തീയതി ആരംഭിക്കുകയാണ്. യെസ് യമുന, ഹായ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ. നല്ല മാറ്റമുണ്ട്. ഇന്ന് എനിക്ക് കുറച്ചുകൂടെ ഉഷാറ് തോന്നി രാവിലെ എണീറ്റപ്പോൾ. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസേൺ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ. ഓൾ റൈറ്റ്. അപ്പോൾ അടുത്തത് ബബിൾ വിത്ത് സംതിങ് എന്ന വാക്ക് കേട്ടോ ഓർത്തോണം. ബബിൾ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, എന്താ പറയുക, ബബിൾ ഈസ് സംതിങ് റിലേറ്റഡ് ടു ഹാപ്പി ഓർ എക്സൈറ്റ്മെൻറ്റ് എന്നതിന് റിലേറ്റഡ് ആണ് കേട്ടോ. സോ ബബിൾ എന്ന വാക്ക് എപ്പോഴും റിലേറ്റ് ചെയ്തേക്കുന്നത് ഹാപ്പിനെസ്, എക്സൈറ്റ്മെൻറ്റ് റിലേറ്റഡ് ആണ്. സോ ബബിൾ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ബി ഫുൾ ഓഫ് ഹാപ്പി ഓർ എക്സൈറ്റഡ് ഫീലിംഗ്. നമ്മുടെ ഉള്ളിൽ നിറച്ചൊരു ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ സേ യു ആർ ബബിൾ വിത്ത് സംതിങ്. യു ആർ ബബിൾഡ് വിത്ത് സംതിങ്, യു ക്യാൻ സേ ദാറ്റ്. അതൊരു ഫ്രേസാണ്. ബബിൾ വിത്ത് സംതിങ് എന്ന ഫ്രേസ് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഹാപ്പി ഓർ എക്സൈറ്റഡ്, ഫുൾ ഓഫ് ഹാപ്പി ഓർ എക്സൈറ്റഡ് ഫീലിംഗ്, അതിനെയാണ് നമ്മൾ പറയുക ബബിൾ വിത്ത് സംതിങ് എന്ന്. ഓക്കെ, പിന്നെ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്, ഫ്രേസ് തന്നെയാണ് ഇൻ ദ വേക്ക് ഓഫ്. ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ആസ് എ കോൺസിക്വൻസ് അല്ലെ ഫോളോയിങ് സംതിങ്, ഒരു കാര്യത്തിൻ്റെ ആഫ്റ്റർമാത്ത് അല്ലേ, അതിനാണ് ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറയാം. ഇൻ ദ വേക്ക് ഓഫ് മീൻസ് ആഫ്റ്റർമാത്ത്.
ഓക്കെ, അടുത്താണ് ഇൻ ലൈൻ വിത്ത്. ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാൽ ഇൻ അലൈൻമെന്റ് വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ ഇൻ ലൈൻ വിത്തും പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാൽ അലോങ് വിത്ത്, സെയിം രീതിയിൽ. ദാറ്റ്സ് ഇറ്റ്. ഇൻ അലൈൻമെന്റ് വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത്, അലോങ് വിത്ത് എന്നുള്ള അർത്ഥത്തിൽ. അടുത്താണ് ഫേസ് ഔട്ട്. ഓർക്കണേ, ഫേസ് ഔട്ട്, PHASE ഔട്ട്, ഫേസ് ഔട്ട്. ഫേസ് ഔട്ട് മീൻസ് സ്റ്റോപ്പ് യൂസിങ് സംതിങ് ഗ്രാജുവലി. ഫേസ് ഔട്ട്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫേസ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതുള്ളൂ, നമ്മളത് ഉപയോഗം നിർത്തി, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗം നിർത്തുന്നത്? ഗ്രാജുവലായിട്ട്. ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. പെട്ടെന്ന് ഉടനടി ക്വിക്കായിട്ട് നിർത്തുന്ന ഒരു പരിപാടിയല്ല, സഡൻ നിർത്തലല്ല. ഇറ്റ്സ് ലൈക്ക് യു ആർ യൂസിങ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. പയ്യെ അത് സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, ഫേസ് ഔട്ട്. ഫേസ് ഔട്ട് ആയിപ്പോയി എന്നൊക്കെ പറയില്ലേ, അതാണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് ഫ്രേസസ് ഇത്രേ ഉള്ളൂ. ക്ലോസ്ട്രോഫോബിക് അല്ലെങ്കിൽ ക്ലോസ്ട്രോഫോബിയ ഓർത്ത് നോക്കുക. ഫിയർ ഓഫ് കൺഫൈൻഡ് സ്പേസസ്. ബബിൾ വിത്ത് സംതിങ്, ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ് റിലേറ്റഡ് ആണ്. പിന്നെ ഇൻ ദ വേക്ക് ഓഫ്, ഇൻ ലൈൻ വിത്ത്, ആൻഡ് ഫേസ് ഔട്ട്, സ്റ്റോപ്പ് യൂസിങ് സംതിങ് ഗ്രാജുവലി. ഓക്കെ, മറക്കണ്ട കേട്ടോ. ഇതാണ് ഇന്നത്തെ. പെട്ടെന്ന് നമുക്ക് വൊക്കാബ് തീർത്തിട്ട് നമുക്ക് എഡിറ്റോറിയലോട്ട് പോകണം. എഡിറ്റോറിയൽ നിന്ന് നമ്മുടെ ആർട്ടിക്കിൾ, ഇറ്റ്സ് ലോങ് വൺ. ഐ വിൽ ടെൽ യു, ഇറ്റ്സ് എ ലോങ് വൺ. ദ ലോങ്സ്റ്റ് ഐ വുഡ് സേ. ഇതുവരെ നമ്മൾ വായിച്ചാൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇത് നോക്കിയിട്ട് അങ്ങനെ പോകാം. ഓക്കെ. ഹായ് ഗൗരി, ഫീലിംഗ് ബെറ്റർ, താങ്ക് യു ഫോർ ആസ്കിങ്. ഹൻസ, എക്സാം ഡേറ്റ് മാറ്റം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ ആഴ്ച അഡ്മിറ്റ് കാർഡ് വരുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞാലേ കൺഫേംഡ് ആയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഐ ഓൾറെഡി ടോൾഡ് യു, നമ്മുടെ എക്സാം ഇറ്റ് വാസ് ജസ്റ്റ് എ ടെൻറ്റഡ് ഡേറ്റ്, ഇറ്റ് വാസ് നോട്ട് കൺഫേംഡ് യെറ്റ്. അതുകൊണ്ട് വി ഡോണ്ട് നോ അത് ഉറപ്പുള്ള ദിവസമാണോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ടെൻറ്റഡ് ഡേറ്റ് ആണ്. പ്രൊവൈഡഡ് കണ്ടീഷൻസ് അപ്ലൈ ആണ്. കാരണം എന്തെങ്കിലും കേസുകൾ വന്നാൽ, കോവിഡ് കേസുകൾ വന്നാൽ മാറ്റുമെന്ന രീതിയിലാണ്. മാറ്റും എന്നല്ല, ഉറപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എക്സാം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും. വിത്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ കേട്ടോ, മെയിലായിട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കണേ, എടുത്ത് നോക്കണം കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വരെ ഒന്ന് നോക്കണേ. യാ ബിൻസി, ഐ എം ഡൂയിങ് ഗ്രേറ്റ്, താങ്ക് യു ഫോർ ആസ്കിങ്. മാറ്റുണ്ടായിരുന്നല്ലോ ഈശ, മാറ്റുണ്ടായിരുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം. വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം അല്ലേ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ഈ ആഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി തീരുമാനിക്കാം. അപ്പോൾ മൂവിങ് ടു ദ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്. ഇതാ പിടിച്ചോ ആദ്യത്തെ വേർഡ്, ഇൻവിഗറേറ്റിംഗ്. ഇൻവിഗറേറ്റിംഗ് ING ഫോമിൽ ഇവിടെ ഉപയോഗിച്ചേക്കുന്നു. ഇത് ഇന്ന് ആർട്ടിക്കിൾ ഉപയോഗിച്ചേക്കുന്നത് അഡ്ജക്റ്റീവ് ഫോമുലേഷനാണ്. എന്നാൽ ഇൻവിഗറേറ്റ് എന്ന ഒരു വേർബ് ഉണ്ട് കേട്ടോ. ഓഫ് കോഴ്സ്, അതുള്ളതുകൊണ്ടാണല്ലോ അതിന് ING ഫോം ഉള്ളത് അല്ലേ. ING ഫോം ഒരെണ്ണത്തിനുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് വേർബ് ആയിരിക്കും. ഇത് ഇൻവിഗറേറ്റ് എന്ന വേർബ് ഉണ്ട് കേട്ടോ. ഇൻവിഗറേറ്റ് എന്ന വേർബിൻ്റെ ING ഫോം, ജെറൻഡ് ഫോമുലേഷൻ അല്ലെങ്കിൽ ING ഫോമുലേഷനാണ് ഈ പറയുന്ന ഇൻവിഗറേറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇൻവിഗറേറ്റ് എന്ന് പറഞ്ഞാൽ റീവൈറ്റലൈസ്, റിഫ്രഷ്, എക്സിലറേറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഇൻവിഗറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റീവൈറ്റലൈസിങ്, റിഫ്രഷിങ്, റിജുനേറ്റിംഗ് എന്നൊക്കെ പറയില്ലേ. റിജുമിനേറ്റ് ചെയ്യുക, റിഫ്രഷ് ചെയ്തെടുക്കുക, റീവൈറ്റലൈസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. എക്സിലറൻറ്റ് എന്നുള്ള അർത്ഥമാണ്. സോ ഇൻവിഗറേറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ റീവൈറ്റലൈസിങ്, റിഫ്രഷിങ്, എക്സിലറൻറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത വാക്ക് എൻട്രഞ്ച്. എൻട്രഞ്ച് എന്ന വേർബാണ്. എൻട്രഞ്ച് മീൻസ് എസ്റ്റാബ്ലിഷ്, സെറ്റിൽ, ensconce, ഇൻസ്റ്റാൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എൻസ്കോൺസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോഡ്ജ് ചെയ്യുക, അവിടെ നമ്മൾ ഒരിടത്ത് സെറ്റിൽ ആവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക, എൻസ്കോൺസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ സെറ്റിൽ ആവുക എന്നൊരർത്ഥമാണ് എൻട്രഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ഓക്കെ. അടുത്താണ് ഫ്ലാഗിങ്. ഫ്ലാഗിങ് എന്ന വാക്ക് ഞാൻ ഇന്നാണ് നിങ്ങളോട് ഒരു തവണ പറഞ്ഞു. ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബായിട്ട് വരുമ്പോൾ, ഫ്ലാഗ് എന്നതിന് ഇൻഫിഗറേറ്റിംഗ് പോലെ തന്നെ ഫ്ലാഗ് എന്നുള്ളതിന് വേർബ് ഫോമുലേഷനും ഉണ്ട്. നൗൺ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഫ്ലാഗ് എന്നുള്ളത്, അല്ലാതെ നൗണും ഉണ്ട് വേർബും ഉണ്ട് അല്ലേ. ഫ്ലാഗ് സിഗ്നൽ എന്നൊക്കെ അർത്ഥം പറയില്ലേ, ഉണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി ഉള്ളതാണ്. ഇവിടെ ഫ്ലാഗിങ് എന്ന് പറയുമ്പം അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ഉപയോഗിക്കുന്നത്. ING ഫോം ഉപയോഗിക്കണമെങ്കിൽ ഒബ്വിയസ്ലി അത് വേർബ് ആയതുകൊണ്ടാണല്ലോ. വേർബിനാണ് ING ഫോം ഉള്ളത്. ED ഫോമുലേഷൻ, പാസ്റ്റ് ഫോമുലേഷൻ, ING ഫോമൊക്കെ ഉള്ളത് ഒരു വേർബിന് മാത്രമാണ്, നൗണിനല്ല. അത് ഓർത്തോണം. അതുകൊണ്ട് തന്നെ ഫ്ലാഗിങ് എന്ന അഡ്ജക്റ്റീവ് ഇന്നത്തെ ആർട്ടിക്കിൾ ഉപയോഗിച്ചേക്കുന്നത് ഡ്വിൻഡ്ലിംഗ്, ഫെയ്ഡിങ്, അല്ലെങ്കിൽ ഡിക്ലൈനിങ്, സ്ലമ്മിങ്, അല്ലെങ്കിൽ ഡ്രൂപ്പിംഗ്. വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിക്ലൈനിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഈ ഫ്ലാഗിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. വേറെ ഫ്ലാഗ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥമുണ്ട് കേട്ടോ. സിഗ്നൽ കൊടുക്കുക എന്നുള്ള അർത്ഥമുണ്ടേ.
അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഫ്ലാഗിന്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്, ഇന്ന് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കുറയുന്നു എന്നുള്ള അർത്ഥത്തിന്, ഡിക്രീസിങ്, ഡിക്ലൈനിങ് എന്നൊക്കെ അർത്ഥം അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. ഓക്കെ, അടുത്തത് ഔട്ട്ലേ. ഔട്ട്ലേ നമ്മൾ ആദ്യ ക്ലാസ്സുകൾ, എനിക്ക് തോന്നുന്നു നമ്മൾ സെപ്റ്റംബറിൽ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒക്ടോബർ മാസമൊക്കെ നമ്മൾ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് ഔട്ട്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് അന്ന് എടുത്തു പറഞ്ഞിരുന്നു ഔട്ട്ലേയും ലേ ഔട്ടും മാറിപ്പോരുത് എന്ന്. ലേ ഔട്ട് എന്ന് പറയുന്നത് ഫ്രേസൽ ഇതാണ്, വേർബ്, ഫ്രേസൽ വേർബാണ്. ഫ്രേസൽ വേർബ് ലേ ഔട്ട്. ലേ ഔട്ട് മീൻസ് പ്ലാൻ ചെയ്യുക, അതാണ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഔട്ട്ലേ ആൻഡ് ലേ ഔട്ട് ഡിഫറെൻ്റ് ആണ് രണ്ടും. ലേ ഔട്ട് പ്ലാൻ ചെയ്യുക, ബട്ട് ഔട്ട്ലേ മീൻസ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ചിലവാക്കുന്നില്ലേ, എക്സ്പെൻഡിച്ചർ, ചിലവ്, എക്സ്പെൻസസ്, സ്പെൻഡിങ്, കോസ്റ്റ്, അതിനെയാണ് ഔട്ട്ലേ എന്ന് പറയാം. ഇപ്പോൾ ബഡ്ജറ്റിനെ പറ്റി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന, എനിക്കൊന്ന് കോമേഴ്സ് ഫീൽഡിലുള്ള എല്ലാവർക്കും ഔട്ട്ലേ എന്ന വാക്ക് വളരെ വളരെ പരിചിതമായ ഒരു വാക്കായിരിക്കും അല്ലേ? യെസ്. അടുത്താണ് സീംലെസ്. സീംലെസ് മീൻസ് അബ്സല്യൂട്ട്, കംപ്ലീറ്റ് എന്നുള്ള അർത്ഥം. ഫോൾട്ട്ലെസ്, ഫ്ലോലെസ്, ഒരു ഫ്ലോ ഇല്ല, ഫ്ലോലെസ്, ഫോൾട്ട്ലെസ്, അബ്സല്യൂട്ട്, കംപ്ലീറ്റ്, ഐഡിയൽ, ഇംപെക്കബിൾ എന്നൊക്കെയാണ് സീംലെസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ അഡ്ജക്റ്റീവ് ആണ്, അബ്സല്യൂട്ട് ആണ്, ഫ്ലോലെസ് ആണ്, ഫോൾട്ട്ലെസ് ആണ്, ഐഡിയൽ ആണ്, ഇംപെക്കബിൾ ആണ് എന്നൊക്കെ ഓർത്ത് വെക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ഐ ഗെസ്? എൻട്രഞ്ച് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ രമ്യ. എൻട്രഞ്ച്, TRENCH. അക്കംപ്ലിഷ് എന്നുള്ള മീനിങ് അതുമായിട്ട് വരില്ല. അത് അക്കംപ്ലിഷ് എന്താ വരിക എന്നറിയോ? അക്കംപ്ലിഷ് നേടിയെടുക്കുക എന്നല്ല അർത്ഥം. എൻട്രൻസ് നേടിയെടുക്കുക അല്ല, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ സ്ഥാപിക്കുക അല്ലെ, സെറ്റിൽ ചെയ്യുക എന്നുള്ളതല്ലേ. രണ്ടാ കേട്ടോ രമ്യ? ഓക്കെ, അങ്ങനെയാണ് വരേണ്ടത്. 6th അല്ലെങ്കിൽ 7th ഓടെയാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് വരേണ്ടത്. കാര്യം എക്സാം, ഹൈക്കോടതിൻ്റെ എക്സാമിൻ്റെ ഒക്കെ ഇതിലനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം ഡേറ്റ് എന്നാണോ അതിൻ്റെ ഒരു 21 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പം 27th ആണ് ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് ബൈ 6 or 7 അതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൺഫേംഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം 6ാം തീയതിയോ 7ാം തീയതിയോ. ഓക്കെ, ക്ലിയർ ഐ ഗെസ്? യാ, ഐ എം ബെറ്റർ സുവർണ, താങ്ക് യു ഫോർ ആസ്കിങ്. പ്രസിദ്ധ RRCയുടെ Tier 2 ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്തു. ഗൗരി, ഇതങ്ങനെയല്ല. സാധാരണ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 21 ഡേയ്സ് ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. ദ ബഡ്ജറ്റ് വാസ് നോട്ട് an invigorating എബില. ഇൻവിഗറേറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്ജക്റ്റീവ് അല്ലേ, അവിടെ നൗൺ അവിടെ പോയി. എന്നാ പറ്റി? നോട്ട് ആൻ വരുമോ? അല്ലെങ്കിൽ ആൻ ഇല്ലാതെ കൊടുത്തു. ദ ബഡ്ജറ്റ് വാസ് നോട്ട് ഇൻവിഗറേറ്റിംഗ് ഫോർ ദ ഇൻഫ്ലേറ്റഡ് ഇക്കോണമി പറഞ്ഞു. ദാറ്റ്സ് റൈറ്റ്. ബട്ട് അവിടെ ആൻ വരില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൻ, എ, ദ ഒക്കെ വരണമെങ്കിൽ ദർ ആർട്ടിക്കിൾസ് നമ്മൾ എന്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുക? ഇഫ് ദർ ഇസ് എ നൗൺ യു ക്യാൻ പുട്ട് ഇറ്റ്. ആർട്ടിക്കിൾസ് അത് മറക്കരുതേ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. ആർട്ടിക്കിൾസ് നിങ്ങൾ ഉപയോഗിക്കുകയാണ്, അതിപ്പോൾ ലെറ്റ് ഇറ്റ് ബി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഓർ ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതിലൊരു ഇതുമില്ല. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കും, പ്രത്യേകിച്ച് ഞാൻ എ ആൻ എടുത്ത് പറയുവാണെങ്കിൽ ആർട്ടിക്കിൾസിൽ എ ആൻ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എടുക്കുവാണെങ്കിൽ അത് സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. മേക്ക് ഷുവർ SCN എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സിംഗുലർ ആയിരിക്കണം, അവ കൗണ്ടബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ നൗൺ ആയിരിക്കണം. അവയുടെ മുമ്പിൽ മാത്രമേ നിങ്ങൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും ഇട്ട് കൊടുക്കാവുള്ളൂ. അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും. അഡ്ജക്റ്റീവും നൗണും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് നൗൺ വേണം കൂടെ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, ക്ലിയർ ഐ ഗെസ്? യാ, അടുത്തത് ലേ ഔട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുമല്ലേ മാം? ലേ ഔട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ. യാ, ഓഫ് കോഴ്സ്. അവിടെ ലേ ഔട്ട് വരുന്നത് എന്താണെന്നറിയോ? കിഷോർ പറഞ്ഞ ലേ ഔട്ടില്ലേ, 2 ലേ ഔട്ട് ഉണ്ട്. ഇത് കണ്ടോ? ഈ ലേ ഔട്ട് കണ്ടോ കിഷോറെ? ലേ ഔട്ട് ഫ്രേസൽ വേർബാണ്. ഞാൻ പറഞ്ഞു ഫ്രേസൽ വേർബ് അല്ലാതെ അത് നൗണായിട്ടും യൂസ് ചെയ്യാം. എന്താ അതിനെ വിതൗട്ട് ഗ്യാപ്പ് ആണെങ്കിൽ ഇറ്റ്സ് എ നൗൺ. ലേ ഔട്ട്, പ്ലാൻ എന്ന നൗൺ. അല്ലെങ്കിൽ ഫ്രേസൽ വേർബായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ യു വിൽ യൂസ് ഇറ്റ് ആസ് ലേയിങ് ഔട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയണം. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. മനസ്സിലായോ? ഫ്രേസൽ വേർബ് ആകുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ഫ്രേസൽ വേർബിൽ എപ്പോഴും അങ്ങനെയുണ്ട്, ഗ്യാപ്പ് ഉണ്ടാവും. ബട്ട് ഗ്യാപ്പ് ഇല്ലാതെ വരുന്ന ഈ കണ്ടിട്ടില്ലേ? എല്ലാം നിങ്ങൾ എല്ലാ ഇതും എടുത്തു, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഫ്രേസൽ വേർബും എടുത്ത് നോക്കിക്കേ, അതെല്ലാം കണ്ടിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ. ഓക്കെ, ക്ലിയർ ഐ ഗെസ്? സീംലെസ് ആൻഡ് സീംലെസ് രണ്ടാ അല്ലേ?
അല്ലെ പിഗ്മെൻ. ബേസ്ഡ് എൻട്രൻജിന്, അതെ അതെ, ബേസ്ഡ് എൻട്രൻജിന് സിനോണിം ആണ് ഐഷ. യെസ് യെസ് ഇറ്റ് ഈസ്. യാ, ആ സീംലെസ് 2 യെസ്. Yesterday, a new gate entrance in front of our school. That's great. That's great. Other than planning, layout has other meaning. Layout ഉണ്ട്. ഫ്രേസൽ വെർബിന് ലെറ്റ് മീ ടെൽ യു, ഫ്രേസൽ വെർബിന് പല മീനിങ് ഉണ്ട്. ഒരു 4 മിനിമം ആണ്. ഫ്രേസൽ വെർബിന് 4 മിനിമം ആണ് കേട്ടോ. അതിൽ അത് ഓരോ അക്കോർഡിംഗ്ലി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ മൊത്തത്തിൽ കൺഫ്യൂഷൻ ലഭിക്കുന്നില്ല. പിന്നെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഫ്രേസൽ വെർബ് ആണ്. ബിക്കോസ് ഫ്രേസൽ വെർബിൻ്റെ പ്രത്യേകത എന്താ? ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ് ആർ കാഷ്വൽ, ഇൻഫോർമൽ ആണ്. ഒക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതാണ്. ദോ ദ ക്രൗഡ് ബ്ലെയിംഡ് ഹിം ഓഫ് ദ ക്രൈം, സോ ദ സോ ലേബിൾഡ് എന്ന് പറയണ്ട, ദ ലേബിൾഡ് കൾപ്രിറ്റ് മതി, അവിടെ സോ വേണ്ട കേട്ടോ. അഗ്ന, ദ crime, the labeled culprit entrenched his point that he had not committed this crime. Established. ആ എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല കേട്ടോ ഇത് ഉദ്ദേശിക്കുന്നത് അഗ്ന. നമ്മൾ ഉദ്ദേശിച്ച എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതേ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷില്ലേ, ആ എസ്റ്റാബ്ലിഷ്ഡ് അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ബട്ട് കോണ്ടെക്സ്ച്വലി ഇറ്റ്സ് കറക്റ്റ്. കോണ്ടെക്സ്ച്വലി കറക്റ്റാണ് കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹി ഇൻവിഗറേറ്റ് അല്ല ആശ, ഹി ഇൻവിഗറേറ്റ്സ് അല്ലെങ്കിൽ ഇൻവിഗറേറ്റഡ്. He invigorates his life after phase out അല്ല, after phasing out കൊടുക്കുക, phasing out. Okay. Yes. Even though he concealed his misappropriated outlay, he had to expose all of them in front of income tax department. All right. The economy is flagging like anything. Yes. China എങ്ങനെ have been ആവുന്ന അങ്ങനെ? ചൈന സിംഗുലർ അല്ലേ? ഹാസ് ബീൻ. China has been ensconced as artificial moon to test lunar exploration equipment on the earth. Okay. Has ആണ് പറഞ്ഞത്. Reliance flagging their reputation in case of payment to creditors. റിലയൻസ് ഫ്ലാഗിങ് എന്ന് പറയുമ്പോൾ വേർബ് എവിടെ പോയി അഭിഷേകേ? അവിടുത്തെ ഈ വേർബ് വേണം. റിലയൻസ് ഈസ് ഫ്ലാഗിങ്. അപ്പോൾ എന്താ അത് വരാൻ കാരണം വെച്ചാൽ നമ്മളൊരു കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബി ഫോമുലേഷൻ വേണം. ഈസ് ആയിക്കോട്ടെ, ആം ആയിക്കോട്ടെ, ആർ, വോസ്, വേർ, പാസ്റ്റോ, പ്രസൻറ്റോ, നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്, സിംഗുലറോ പ്ലൂറലോ, അത് അക്കോർഡിംഗ്ലി നിങ്ങൾ കോൺകോഡ് അനുസരിച്ച് കൊടുക്കുക. പക്ഷേ ഓക്സിലറി വേർബ് ഇല്ലാതെ ING ഫോം കൊടുത്താൽ അവിടെ മീനിങ് ഫുൾ അല്ല, അത് ഓർത്തോണം കേട്ടോ. അത് അവിടെയാണ് പ്രൈമറി ഓക്സിലറി വേർബുകളുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ അതിൽ ബി ഫോമുലേഷൻ നിർബന്ധമാണ് കേട്ടോ അഭിഷേകേ. Congress government entrenched the change of budgets type. Okay. Daily commuting outlay during these days are very high. Yes. Toyota is entrenched company in Japan. Okay. Yeah. Government has entrenched new instructions for fighting the pandemic. Okay. The outlay of this month is too much. Yes. Rani felt invigorating after a morning walk. Okay. The new shop entrenched by them is invigorating our minds as it is decorated with beautiful plants. Okay, Varkala is a good invigorating place for Kerala people. Okay, for Kerala people എന്ന് പറയണ്ട, പക്ഷേ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, കേരളൈറ്റ്സ് എന്ന് പറയാം. കേരള പീപ്പിളിൻ്റെ ഒരു പേരുണ്ട്, വൺ വേർഡ് ഉണ്ട്, കേരളൈറ്റ്സ് അല്ലേ? അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് കേരള എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഫോർ മലയാളീസ് എന്ന് കൊടുത്തു. ദാറ്റ്സ് ലിറ്റിൽ മോർ ആപ്റ്റ് കേട്ടോ. Rahul has entrenched his business in Georgia. All right. The communication has been flagging since the calamity breakdown. All right. സിൻസ് കലാമിറ്റി ബ്രേക്ക് ഡൗണിന് ശേഷം എന്നല്ലേ? അപ്പോൾ കലാമിറ്റി ബ്രോക്ക് ഡൗൺ, സിൻസ് കലാമിറ്റി ബ്രോക്ക് ഡൗൺ അങ്ങനെ വരണം കേട്ടോ ശരത്തെ. ബ്രേക്ക് ഡൗൺ വരുമ്പോൾ മീനിങ് വരുമോ? കലാമിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതിൻ്റെ കൂടെ ബ്രേക്ക് വരില്ല, ബ്രേക്സേ വരുവാണെങ്കിൽ വരുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ ഫ്ലാഗിങ് ആണ്, അതായത് ഫ്ലാഗിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അപ്പോൾ തന്നെ ഇത് കലാമിറ്റി നടന്നല്ലോ ഓൾറെഡി, അതുകൊണ്ടല്ലേ. അപ്പോൾ ബ്രോക്ക് ഡൗൺ വരണം കേട്ടോ ശരത്തെ. The outlay for construction of that house was unimaginable. Okay. The principal asked us to submit the outlay of the upcoming projects. After drinking the juice, I felt invigorating myself. India government will not flag the importance of agriculture. Okay. The outlay of the project was figured out before it was entrenched. Government is trying to entrench 5G in all metro cities. Yes. With the entrenchment of vaccines, everyone expected flagging
expected flagging COVID cases. Yes, okay, all right. Then Shyam tries to reduce the outlay and save money as he wished to entrench a tattoo shop because he finds seamlessly invigorating happiness in it. Okay. The project got a seamless model and started to work without any problem. Let's entrench a new democracy. Pinkman, let's in the S apostrophe S കഴിഞ്ഞിട്ടല്ല എസിന് മുമ്പ് ടി കഴിഞ്ഞിട്ട് let us അതാണ് let usന്റെ ഷോർട്ട് ഫോം ആണ് let's. ടി കഴിഞ്ഞിട്ടാണ് apostrophe. Your seamless love made me stick till now. Sick till now. Oh, sorry. Sick till now. Okay, fine. Good. In the wake of climate change, the environment had to flag great outlay. Okay. In the present situation, numerous technologies have been entrenched which have facilitated the life of people. Okay. RAM has entrenched a new software in his computer system. Export from China is flagging. Okay. As the climate seemed balmy and invigorating, I took a walk along seashore after arduous work. Great. Balmy. Yes. The 3 farm bills introduced by President was for invigorating agriculture sector. Yes. The chance of the culprit being sentenced is becoming a flagging one through the seamless loopholes of law. Yes. Although he's a lazy one, his works are seamless. Okay. അവിടെ വർക്ക്സ് ഉദ്ദേശിക്കുന്ന കൃതികളാണെങ്കിൽ ഓക്കെ, അല്ലാതെ വർക്ക് അവൻ്റെ പ്രവൃത്തി എന്നാണെങ്കിൽ വർക്കേ പറയുള്ളൂ. ഇറ്റ്സ് അൺകൗണ്ടബിൾ നൗൺ വർക്ക്. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ആ വർക്കാണ് ഉദ്ദേശിച്ചത്. പ്രവൃത്തി എന്ന വർക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ വർക്ക് ഈസ് എന്ന് പറയുള്ളൂ. കേട്ടോ? കാർത്തിക അറിയാലോ. ഐ വിൽ ടു ശ്രീദേവി ഐ വിൽ ടു അല്ല, വിൽ ഇസ് മോഡൽ വേർബ് അല്ലേ, മോഡൽ ഓക്സിലറി അല്ലേ. അപ്പോൾ അതിൻ്റെ മെയിൻ വേർബ് അവിടെ ഐ വിൽ വാട്ട്, ഐ വിൽ ഡാഷ് to a invigorating place for relaxing myself after this pandemic. I will go ആണോ? I will go. അത് ഗോ വിട്ടുപോയതാന്ന് വിചാരിക്കുന്നു. I will go to a invigorating അല്ല, an invigorating. കാരണം invigorating ഈ സൗണ്ട്, ഈ ഈസ് വവൽ സൗണ്ട്. അപ്പോൾ എ ഇൻവിഗറേറ്റിംഗ് അല്ല, ആൻ ഇൻവിഗറേറ്റിംഗ്. എഴുതിയാലേ ചെറിയ മിസ്റ്റേക്ക് അല്ല, ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. കാരണം നമുക്ക് എക്സാമിന് മാർക്ക് പോകും. അതുകൊണ്ട് കേട്ടോ, ആൻ ഇൻവിഗറേറ്റിംഗ് പ്ലേസ്. Total outlay of the project is very high. Government is fully seamless to start up in new budget വേണ്ട, ടു സ്റ്റാർട്ട് ന്യൂ ബഡ്ജറ്റ് മതി. മനസ്സിലായോ? സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു നൗണാണ്. അത് സ്റ്റാർട്ട് അപ്പ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഫ്രേസൽ വേർബ് ആയിട്ടാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. സ്റ്റാർട്ട് അപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് കൊടുത്താൽ പോരെ, അതിൽ വേറെ ഇത് വേണ്ടല്ലോ. റാം ഇസ് ഫ്ലാഗിങ് ഇൻ ഹിസ് മാർക്സ് ആൻഡ് നോട്ട് അപ് ടു വാട്ട് ഹീസ് എക്സ്പെക്ടിങ്. ഓക്കെ. ദ ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻസ് ടു സബ്മിറ്റ് ഇൻവിഗറേറ്റഡ് റിപ്പോർട്ട്. ഹി വാസ് ഹാപ്പി ആസ് ഹിസ് ഔട്ട്ലേ ഈസ് ഫ്ലാഗിങ് ഡൗൺ. ഈ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ആണോ? അത് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സൺഡേ നടത്തിയ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നടത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തരാം. നോ പ്രോബ്ലം, വിൽ ഡു ഇറ്റ് കേട്ടോ. അഖിൽ, യെസ്, യെസ് പിങ്മെൻ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പേര് ലൈവിലുണ്ടോ നോക്കി. ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. there is 100 and more അല്ലേ, there are 100 and more people. നമുക്ക് ഇത്ര പേര് ലൈവിലുണ്ടായിട്ട് ലൈക്ക് ഇടാൻ ഒന്ന് ലൈക്ക് ഇട്ടേ. ഇഫ് യു എൻജോയ് ഇറ്റ്, just give me a like. Okay, show me some love and support. He entrenched all the required program in his system. Okay, Yusuf Ali entrenched his business all. Rasina, Yusuf Ali entrenched all his business. That's correct. കേട്ടോ. Ram entrenched new business after his studies. Correct. Due to 1 week restrictions, COVID cases are flagging. Okay. The health ministry said that the unfurling of the Omicron variant will be flagging towards the end of February. Yes. Center's outlay is not enough to silver line. Okay. The teacher appreciated the seamless efforts of the students. Outlay of Indian government is flagging in case of farmers in India. Zero outlay of services is a seamless condition. Okay. Total outlay of previous month is flagging. Hridim is one of invigorating movies in Malayalam cinema. One of the invigorating movies in Malayalam cinema. Okay, Savarna, my baby bubble with toys which he was given. Okay. Government has been deciding എന്ന് പറയില്ല. ഗവൺമെന്റ് ഡിസൈഡഡ് എന്നാണോ? ഹാസ് ബീൻ ഡിസൈഡിങ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണോ? ഇല്ല, ഡിസിഷൻ അങ്ങനെ ഒരു ലോങ് പ്രോസസ്സ് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള രീതി നമ്മൾ പറയില്ല.
ഹാസ് ബീൻ ഡിസൈഡിങ് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ. കുറച്ച് നാളെ തുടങ്ങിയിട്ട് ഇത് ഇല്ലല്ലോ. ഹാസ് ബീൻ ഡിസൈഡിങ് ടു എൻട്രഞ്ച് അല്ല. ഗവൺമെന്റ് ഈസ് ഡിസൈഡിങ് ടു ഡിസൈഡ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് അബൌട്ട് ടു ഡിസൈഡ് എന്നർത്ഥം പറയാം. ബട്ട് കോണ്ടെക്സ്റ്റുവലി തെറ്റുള്ളൂ, ഗ്രാമാറ്റിക്കലി ഇറ്റ്സ് കറക്റ്റ് കേട്ടോ. ഓക്കെ, യാ. യൂസ്വലി എൻട്രൻസ് ബിസിനസ് ഇൻ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ്. ഓക്കെ, അത് കറക്റ്റാണ്. ഹി ഹാസ് ഡൺ ഹിസ് പാർട്ട് സീംലെസ്ലി. ഇഫ് യു ആർ ഇൻ എൻറിച്ച് അല്ല ശരത്തെ, ഇഫ് യു ആർ ഇൻ എൻറിച്ചിങ് യുവർ പറയില്ല. ആർ ബി ഫോമുലേഷനാ. ബിയുടെ കൂടെ V1 വരില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ബി ഫോമുലേഷൻ്റെ കൂടെ V1 ഉപയോഗിക്കരുത് പ്ലീസ് കേട്ടോ. ബി ഒരിക്കലും ബിയുടെ കൂടെ V1 ഉപയോഗിക്കില്ല. ING ഫോം ഉപയോഗിച്ചോ V4 നോ പ്രോബ്ലം. V3 ഉപയോഗിച്ചോ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇഫ് യു ആർ ഇൻ എൻറിച്ചിങ് ഹ്യൂമൻ റിസോഴ്സസ് യു വിൽ ബി പെറിഷ്ഡ് ബൈ ഓൾ മീൻസ്. ഓക്കെ, educational apps are becoming one of the most productive apps these days with seamless features of learning in varied disciplines. Yes, trade market is invigorating from the crash during last week. Yesterday's internal exam question paper was a seamless effort took by Dr. Kurian. Yeah, he phased out using tobacco. All right, he phased out. കഴിഞ്ഞു എന്നല്ലേ, അല്ലെങ്കിൽ ഫേസസ് ഔട്ട് വേണ്ടേ, ഇല്ലെങ്കിൽ അത് കോൺകോഡ് അനുസരിച്ച് തെറ്റു വരും പാവതി. ഗവൺമെന്റ് മസ്റ്റ് ബി ഇൻവിഗറേറ്റ് അല്ല, ഗവൺമെന്റ് മസ്റ്റ് ബി ഇൻവിഗറേറ്റിംഗ് ഇൻ ഗോൾഡ്സ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇൻവിഗറേറ്റിംഗ് എന്ന് വേണം. ഓക്കെ, ഐ യൂസ് ടു യൂസ് natural pesticides in my garden which invigorates the growth of plants. All right, the outlay given for this construction is very high. Due to flagging income, father decided to curtail outlay for this month. The chance of recovery of his father were flagging. Okay, the 2022 budget was aimed at entrenching in India. Yes, the budget outlay 1.37 lakhs crore for railway. Okay, അവിടെ ഔട്ട്ലേ എന്ന് പറയുന്നത് നീതു അവിടെ വേർബ് എവിടെ? ഔട്ട്ലേ വേർബ് അല്ല, ഔട്ട്ലേ ഇസ് നൗൺ. ഓക്കെ, ഔട്ട്ലേ ഇവിടെ കണ്ടോ നൗൺ ആണ്, അപ്പോൾ അവിടെ വേർബ് വേണം കേട്ടോ. ദ സീംലെസ് എഫേർട്ട് takes to teach the students is commendable. Thank you, Divya. Thank you so much. The budget proposed is invigorated with new opportunities and possibilities. Yeah, the advantages of this project are seamless. That's great. The new flyover has enabled അല്ല കേട്ടോ അഖിൽ, has enabled. has കഴിഞ്ഞിട്ട് have ഏത് ഫോമുലേഷനും എടുത്തു. have has had കഴിഞ്ഞാൽ V3 ഫോമുലേഷൻ നിർബന്ധം. ഓക്കെ, സോ has enabled വേണം കേട്ടോ അഖിൽ. Has enabled a seamless flow of traffic during the peak hours. Okay, the month flagging the outlay of our family. The month flagging the outlay of our family because my mother made a. The month flagging. The month is decline. This month flagging. This month flagging അതൊരു മീനിങ് വരുന്നില്ലല്ലോ. This month's budget is flagging അല്ലെങ്കിൽ this month's expense is flagging, അങ്ങനെ എന്തോ വേണം, എന്നാലേ കറക്റ്റ് വരുള്ളൂ ടാഷ. As the COVID pandemic hit them badly, the family decided to curtail the outlay and entrench a new venture with this little money they had saved to cope with the situation. Since he got invigorating motivation from coach, he was able to win the match. Great. Tata Power attained the bid for entrenching charging stations over 600 locations. Petrol engines will phase out eventually. Yeah, it was an invigorating Hindustani concert by Veena Sahasrabudhe. Okay, the seamless majority in the parliament looks seamless in implementing a sovereign democracy in the country. Great. Now our only dream is to hear news about flagging the COVID cases and an invigorating world. All right, yes it is. Moving to next set, refrain. നിങ്ങൾ കേട്ടുണ്ടായിരിക്കും സാധാരണ നമ്മൾ റിഫ്രെയിൻ ഇസ് എ വേർബ് കേട്ടോ. റിഫ്രെയിൻ ഒബ്വിയസ്ലി അതൊരു വേർബായിട്ട് നമ്മൾ പറയാണ്. റിഫ്രെയിൻ ചെയ്യാന്നുള്ളത് വേർബാണ്. ബട്ട് ലിസൺ ടു മീ, റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ പോയറ്റിക് ആയിട്ടൊരു സാധനമുണ്ട്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ലൈനിന് റിഫ്രെയിൻ എന്ന് പറയും. നിങ്ങൾ പോയട്രി പഠിച്ചിട്ടുള്ളവരാണ് റിഫ്രെയിൻ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നൗൺ ഫോമുലേഷനിൽ പറയുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ലൈന്, റിപ്പറ്റേറ്റീവ് ആയിട്ട് പറയുന്ന ഒരു ലൈനെ റിഫ്രെയിൻ എന്നാ പറയാം. സോ ഇവിടെ ഇന്ന് ബഡ്ജറ്റിൽ റിഫ്രെയിൻ എന്ന ഒരു യൂസേജ് വരും ആസ് എ നൗൺ. അത് ഈ റിപ്പറ്റേറ്റീവ് ലൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ റിഫ്രെയിൻ എന്ന് ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ അബ്സ്റ്റെയിൻ ചെയ്യുക, മാറി നിൽക്കുകയാണ്. യു ആർ റിഫ്രെയിനിങ് ഫ്രം, യു ആർ സ്റ്റേയിങ് അവേ ഫ്രം സംതിങ്. ഡെസിസ്റ്റ്, മാറി നിൽക്കുകയാണ്. ഹോൾഡ് ബാക്ക്, യു ആർ ഹെസിറ്റേറ്റിംഗ്. അതിനെയാണ്
ഈ പറയുന്ന റിഫ്രെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത വാക്ക് മാർജിനലി. മാർജിനലി എന്ന് പറഞ്ഞാൽ അഡ്വേർബാണ്. മാർജിനലി എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി, ജസ്റ്റ് അഡ്വേർബ് തന്നെ, ജസ്റ്റ് അഡ്വേർബ്. അതുപോലെ സ്ലൈറ്റ്ലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി എന്നൊക്കെയാണ് മാർജിനലി. വളരെ കുറച്ച് ഇതാണ്. ഓക്കെ, വെരി സ്മോൾ എമൗണ്ട്, അതാണ്. ഓക്കെ, അടുത്താണ് ബെയർ. യു നോ വാട്ട് ബെയർ ഇസ്? ഒരു ബെയർ ഉണ്ട്, നമ്മുടെ കരടി ബെയർ, noun, but teddy bear ഇല്ലേ, ആ bear. But it's not that bear we are talking about. ഇവിടെ ഉപയോഗിക്കുന്ന bear എന്ന് പറയുന്നത് verb bear ആണ്. Bear means suffer. ആ bearഉം ഈ bearഉം ഇല്ലേ, bear noun ഉം verb bear, ആ രണ്ടും homophones ആണ്, homophones. ഇനി കാരണം സെയിം സൗണ്ട്സ് ബട്ട് ഡിഫറെൻറ്റ് മീനിങ് അത്. അപ്പോൾ bear എന്ന വേർബിൻ്റെ അർത്ഥം സഫർ, endure, abide, tolerate എന്നൊക്കെ, സഹിക്കാം, വഹിക്കുക എന്നൊക്കെ പറയില്ല അർത്ഥം bear. അടുത്താണ് കീൻനെസ്. കീൻ ആണെന്ന് പറഞ്ഞത് അർത്ഥം വളരെ ഈഗർ ആണ്, ഒബ്സർവൻ്റ് ആണെന്നൊക്കെ അർത്ഥമില്ലേ, കീനാണ്, വിജിലൻ്റ് ആണെന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ കീൻനെസ് എന്ന നൗണിൻ്റെ അർത്ഥം ഈഗർനെസ്, വില്ലിങ്നെസ്, റെഡിനെസ്, ഡിസയർ, ആഗ്രഹം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണേ, NESS വരുന്ന സഫിക്സ്, NESS സഫിക്സ് വന്നാൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നൗൺ ആയിരിക്കും. കൈൻഡ്നെസ്, ഹാപ്പിനെസ് കേട്ടിട്ടില്ലേ, അതുപോലെ. ഫൊർഗിവ്നെസ്, അതുപോലെ. അടുത്താണ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡെഫിഷ്യൻസി നൗണാണ്. ഷോർട്ട് ഫോൾ, ഡെഫിഷ്യൻസി, ഷോർട്ടേജ്, അണ്ടർ സപ്ലൈ. ഏതൊരു ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ ഡെഫിസിറ്റിനെ പറ്റി പറയാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്, ഡെഫിസിറ്റ്. ഓക്കെ, യാ, ക്ലിയർ? ഓൾറൈറ്റ്, യെസ്, അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ, യെസ്. യാ, മണി ഈസ് ആണോ മണി ആറാണോ? മണി ഈസ് ആണ്. മണി അൺകൗണ്ടബിൾ ആണേ, മണി അൺകൗണ്ടബിൾ ആണേ. ശരത്തെ മണി അൺകൗണ്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും സിംഗുലർ ആണ്, ഓർത്ത് വെച്ചോ. മണി ഈസ്. ഓക്കെ, അക്കോർഡിംഗ് ടു അഡപ്റ്റ് എക്കണോമിസ്റ്റ് അല്ലേ ഉദ്ദേശിച്ചത്, എക്കണോമിസ്റ്റ് അല്ലേ, വ്യൂ, the outlay for imposing silver line project is very expensive, which will make our state in debt. Okay. In France, it was the seamless monarchy which inflamed the fury mob to resort to violence and destroy the Bastille prison. Yes. Seamless effort results in the consummation of their aim. That's it. I have invigorating experience during yoga. Through yoga, I am trying അല്ല, ബി ഫോമുലേഷനോട് ing കൊടുക്കുക. I am trying to flag my illness. I am trying to flag my illness, not flagging, flag my illness. Okay. Rahul entrenched a new startup recently. Okay. Entrenched നിർത്തിയില്ലേ, അടുത്ത വാ, എന്നെ കൊണ്ട് ഒരുപാട് വായിപ്പിക്കരുത് പ്ലീസ്. ഓക്കെ. My seamless journey to the Himalayas entrenched a new hope of upcoming endeavors. Ram decided to refrain from smoking. Yeah. And miles to go before I sleep. Yes. Yeah, it's a refrain. Bitty, very good. It's a refrain. And miles to go, stopping by the woods. Robert Frost in there. Stopping by the woods. Refrain ആണ് miles to go before I sleep and miles to go before I sleep. Seamless efforts taken by doctors in our nation help the government to flag the rate of spreading coronavirus. അത് flag. ആ flag പറയാം കേട്ടോ. എന്താണെന്നറിയോ, 2+ infinitive, 2+ V1 ഞാൻ പറഞ്ഞിട്ടില്ലേ, ing വരരുത്. Another bear is used to stock exchange. Okay. സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, bear. All right. Okay. Yeah. എനിക്ക് മനസ്സിലായി ബിറ്റി. യെസ്, അതാ പറഞ്ഞത്. ഇറ്റ് വാസ് ഗ്രേറ്റ്. അതാ ഞാൻ പറഞ്ഞത്. യു ഷുഡ് റിഫ്രെയിൻ ഫ്രം നെഗറ്റീവ് പീപ്പിൾ, ദെൻ ഓൺലി യു ക്യാൻ അച്ചീവ് ദ ഗോൾ. യെസ്, ഷീ ഈസ് ബെയറിംഗ് ഫ്രം ക്യാൻസർ പെയിൻ. ബെയറിംഗ് ഫ്രം എന്ന് പറയില്ല, ഷീ ഈസ് ബെയറിംഗ് പെയിൻ. ഷീ ഈസ് ബെയറിംഗ് പെയിൻ ഡ്യൂ ടു ക്യാൻസർ എന്ന് പറയാം. He refrained himself from the society. All right. Akbar is only one of the rulers. No? Only one of the rulers എന്ന് പറയില്ല. Only one of the rulers എന്ന് പറയില്ല ശരത്തെ. ഇങ്ങനെ പറയാം, Akbar is the only ruler who has refrained from alcoholic beverages എന്ന് പറയാം. One of that കൂടി only ഉപയോഗിക്കരുത്, അത് തെറ്റാ. അങ്ങനെ കൊടുക്കുക. Akbar is the only ruler who has refrained from alcoholic beverages. അഭിഷേക്, മണി എങ്ങനെയാണ് കൗണ്ടബിൾ ആക്കുന്നത്? മണി നിങ്ങൾക്ക് കൗണ്ടബിൾ ആക്കാം ഇൻ ടേംസ് ഓഫ് ഡോളേഴ്സ്, പൗണ്ട്സ്, യൂറോസ്, റുപ്പീസ്, അങ്ങനെ പറയുമ്പോൾ ആക്കാം. ക്യാഷ്, മണി രണ്ടും അതെ. ക്യാഷ്, മണിയൊക്കെ കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ ആണ്.
പക്ഷേ നിങ്ങൾക്ക് അതിനെ കൗണ്ടബിൾ ആക്കണമെങ്കിൽ ഈ പറയുന്ന അതിനുള്ള ഡിനോമിനേഷൻസ് എടുക്കുക, ലൈക്ക് പൗണ്ട്സ്, റുപ്പീസ് ഒക്കെ, അപ്പോഴാണ് അത് ഇതാവുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. She wouldn't bear any more expenses. Okay. State should refrain from invigorating silver line. Okay. Women are inducted to managerial posts marginally. Yes. People back off even after the recovery of കൊറോണ. യെസ്. കൊറോണ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റിക്കവറി എന്ത് അസുഖത്തിൽ നിന്ന്, ആ അസുഖത്തിൻ്റെ പേര് കോവിഡ് ആണ്. ഇറ്റ്സ് നോട്ട് കൊറോണ. കൊറോണ ഇസ് എ വൈറസ്, കോവിഡ് ഇസ് ഇത് ഡിസീസ്. ഓക്കെ, സോ അത് ഞാൻ പറഞ്ഞു, കൊറോണ കോവിഡ് മാറിപ്പോരുന്നത്. ഓക്കെ, ഈവൻ ദോ ഹി റിഫ്രെയിൻ ഫ്രം സ്മോക്കിംഗ്, ഹി ഹാസ് ടു ബെയർ ദ കോൺസിക്വൻസ് ഓഫ് ഹിസ് ബാഡ് ഹാബിറ്റ്. ഇഫ് യു വയലേറ്റ് ദിസ് rules, you must bear the consequences. Okay, he escaped marginally from the accident. Raju can't even bear a small pain. Line from Stopping by Woods on a Snowy Evening by Robert Frost. Yeah. Keenness to his work makes him. കേട്ടോ, കീൻനെസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ അല്ലേ, അപ്പോൾ അത് നൗൺ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വേർബും സിംഗുലർ കൊടുക്കണം കേട്ടോ. കീൻനെസ് ടു ഹിസ് വർക്ക് മേക്സ് ഹിം എ വിന്നർ സീന. ഓക്കെ, ഷി ഡിസൈഡ് ടു ബെയർ ഓൾ ദ woes to achieve her goal. His keenness in understanding the situation enabled him to refrain from a quarrel. Okay, a deficit of money leads the country to hungry അല്ല അഭിഷേക്, hunger. To preposition ശേഷം വരുന്നത് ഒബ്ജക്റ്റ്, നൗണോ പ്രൊനൗണോ. അതായത് നൗൺ ഏതാ? ഹംഗ്രി ഇസ് അഡ്ജക്റ്റീവ്, ഹങ്കർ ഇസ് നൗൺ, ഹങ്കർ അവൻ്റെ. ഓക്കെ, infant mortality is high in Attapadi because of nutritional deficiencies. Okay, due to the deficit in economy, many projects have to bear with marginal supply. Okay, government was able to reduce the fiscal deficit marginally. Deficit in required nutrition can have a lot of consequences. When I joined my new college, I refrained from others. When I was joined illa, I was cancelled. Was out of cancel ചെയ്തേ കേട്ടോ. Asha, he showed keenness in knowing more about the topic. Okay, his certificates certificates അല്ലേ, certificates plural, അപ്പോൾ were refrained by the company where he was working. Neetu, certificates plural ആണെങ്കിൽ plural verb, concord first rule. Okay, that was a marginal improvement happened to him. Okay, ever since the outbreak of COVID-19 happened, we are bearing claustrophobia. Yes we are. Daily COVID cases are decreasing marginally. Okay. Anusha, yeah. In Anantapur, people are unaware of rainy season and it is a dry land and deficit in water resources. Yes. Deficit of coal leads to pockets in North India. Yeah, keenness is a must factor when you do a work. Okay, our country had a deficit of 100 crore last year. The literature provides an insight to the pathetic condition of the marginalized during the different phases of the historic cycle. Yes, he bared a lot as he did not listen to his mother's words. Okay, she has to bear the obstacles to achieve her goals. Okay, കാർത്തിക ബെയർഡ് അല്ല, ഞാനത് എവിടെയാ തെറ്റി നോക്കുക. ബെയറിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്നറിയോ? ബോർ. പാസ്റ്റ് ടെൻസ് ബെയറിൻ്റെ പാസ്റ്റ് ടെൻസ് ബോർ, നോട്ട് ബെയർഡ് അല്ല കേട്ടോ. യാ, അത് ക്ലിയർ ആയി. ഇനി her eagerness to achieve dream mold her to bear adverse conditions caused due marginally available amenities due to marginally available amenities and other deficit in her life. Deficit in raw materials caused the production to increase marginally. Keep your keenness and must decide after checking your revenue deficit. Okay, marginally decrease തെറ്റാ ബിറ്റി, മാർജിനൽ ഡിക്രീസ്. അവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാ ബിറ്റ് യൂസ് ചെയ്തേക്കുന്നത്. ഡിക്രീസ് എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ അഡ്ജക്റ്റീവ് വേണ്ട. മാർജിനലി ഡിക്രീസ് അല്ല, മാർജിനൽ ഡിക്രീസ് ഇൻ കോവിഡ് കേസസ് ഓവർ ലാസ്റ്റ് 2 days സീംസ് third wave is flagging. He never refrained himself from his aim. Okay, when you include the keenness for studies, the deficit of time starts. Due to this pandemic situation, people bear a lot. Okay, yeah. Toddlers usually have a great keenness for exploring beneath beds. Yeah, his outlay was higher than income, which led to the deficit of money. Okay, my keenness is to travel all over India. Okay, she was unable to bear the insults showed on her by her inmates
which provoked her to act so. Okay. Double titrations are to be done with almost keenness to obtain the absolute endpoints. Okay. Chemistry ano, Lakshmi. There has been a marginal deficit in the supply of vaccine, but the people were keen enough to understand the logistical delay and bear with the shortage. Okay, that's it. Mother's correct. Her keenness in all work are appreciable. All right. With the deficit of the food grains, people are bearing from poverty in many of the African countries. Yes, his keenness in college politics refrained him from many hours of study. Yes, my keenness to participate in the editorial classes makes improvement. That's great. അടുത്ത് നോക്കാം. Illuminate. Illuminate എന്ന വാക്കിൻ്റെ അർത്ഥം ലൈറ്റ് അപ്പ്, ബ്രൈറ്റൻ, ക്ലാരിഫൈ, എലുസിഡേറ്റ് എന്നാണ്. ഇലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഷോ സം ലൈറ്റ് ഓൺ ദ ടോപ്പിക് എന്ന് പറയില്ല, അതാണ്. ലൈറ്റ് അപ്പ്, ബ്രൈറ്റൻ, ക്ലാരിഫൈ ചെയ്യുക, എലുസിഡേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്താണ് സൊലൈസ്. സൊലൈസ് മീൻസ് കംഫർട്ട്. നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. കംഫർട്ട്, കൺസൊലേഷൻ, റിലീഫ്, സപ്പോർട്ട്. അപ്പോൾ കൺസൊലേഷൻ്റെ വേർബ് എന്ന് പറയാം കൺസോൾ അല്ലേ. കംഫർട്ട് എന്നുള്ളത് വേർബായിട്ടും നൗണായിട്ട് ഉപയോഗിക്കാം. റിലീഫിന് റിലീവ് എന്ന വേർബുണ്ട്. സപ്പോർട്ടിന് സപ്പോർട്ട് ഇസ് വേർബ് ആൻഡ് നൗൺ ആസ് വെൽ. അടുത്താണ് എക്സാസബേറ്റ്. എക്സാസബേറ്റ് മീൻസ് അഗ്രവേറ്റ്. അഗ്രഗേറ്റും അഗ്രവേറ്റും വേറെ. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ് അർത്ഥം. അഗ്രഗേറ്റ് അല്ലേ. അഗ്രവേറ്റ് മീൻസ് വേഴ്സൺ. എരുതിയിൽ എണ്ണ ഒഴിക്കുക. മേക്കിംഗ് സംതിങ് വേഴ്സൺ, കൂടുതൽ കോളമാക്കാണ്. മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ബാഡ്. I mean, not bad, worse, കൂടുതൽ ഇതാക്കുവാണ്. സോ അഗ്രവേറ്റ്, വേഴ്സൺ, ഇൻഫ്ലെയിം അല്ലെങ്കിൽ ഇൻറ്റൻസിഫൈ. നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാസബേറ്റ്. അടുത്ത പ്ലത്തോറ. പ്ലത്തോറ മീൻസ് എക്സസ്, കൂടുതൽ, സർപ്ലസ്, അബണ്ടൻസ്, സർഫീറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പ്ലത്തോറ. അടുത്തത് ബോൾസ്റ്റർ. ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്ട്രെങ്തൻ, സപ്പോർട്ട്, റീഇൻഫോഴ്സ്, ഫോർട്ടിഫൈ, ബൂസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോ. ബോൾസ്റ്റർ പഠിച്ചിട്ടുള്ളത് തന്നെയല്ലേ. അടുത്തത് ഏതാണ്? WHO always keeps a keenness to a keenness എന്ന് പറയില്ല. അശ്വതി, കീനെസ് അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗണിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? അൺകൗണ്ടബിൾ അല്ല അബ്സ്ട്രാക്ട് നൗൺ. അതിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ എ ഉപയോഗിക്കില്ല. അപ്പോൾ എന്ത് കൊടുക്കണം? WHO always keeps keenness to monitor new mutations of coronavirus. J.K. Rowling had to bear all kinds of worse situations. Worse situation എന്ന് പറയില്ല. That's the wrong use. Worse situation. കേട്ടോ, worse situation ചേർത്തെ. Worse ആണ് adjective. Before being a millionaire. His keenness to make successful business, he has to across many difficulties. ആശാ തെറ്റാണ്. His keenness to make successful business made him pass over many difficulties. സെൻറ്റൻസ് മൊത്തം ഒരു ചേഞ്ച് വരുത്തണം കേട്ടോ. യു നോ ജനറൽ ഇനിക്വാലിറ്റി ഈസ് ടു ഹാംഫുൾ ബിയോണ്ട് ടു ബെയർ വിമനോ. അതല്ല, അവിടെയും സ്ട്രെങ്ത് ആൻഡ് സ്ട്രക്ചർ മാറി. ഞാൻ പറയാം. യു നോ ജനറൽ ഇനിക്വാലിറ്റി ഈസ് ടു ഹാംഫുൾ ബിയോണ്ട് ടു ബെയർ ബിയോണ്ട്. ഞാൻ ഒന്നുകൂടി പറയാതെ ക്ലിയർ ആക്കി തരാം. യു നോ ജനറൽ ഇനിക്വാലിറ്റി ഈസ് ടു ഹാംഫുൾ beyond for women to bear. അങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ കറക്റ്റാണ്. During the first phase of COVID has to bear the deficit. ആര് has to bear ആണ്? During the first phase of COVID, we have to ആണോ, or people has to, or somebody has to bear the deficit in his business. അല്ലെങ്കിൽ he has to ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ he അവിടെ വേണം. അവിടെ ഹി മിസ്സിംഗ് ആണ്. നീതു. ഗവൺമെന്റ് keenness don't explicit so. Don't കഴിഞ്ഞിട്ട് explicits no. V1. Do, don't, does, doesn't, did, didn't. അതിനെല്ലാം ശേഷം എന്ത് വരണം? V1. ഗവൺമെന്റ് keenness don't. explicit എന്ന് വരണം. ഗവൺമെന്റ് keenness, ഗവൺമെന്റിന്റെ keenness. അപ്പോൾ അത് സിംഗുലർ അല്ലേ? അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ ഡോണ്ട് വരുമോ? ഇല്ല. doesn't explicit in new budget. ഓക്കെ. പിന്നെ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഡസൻറ്റ് സീം എക്സ്പ്ലിസിറ്റ് കേട്ടോ. സീം എന്നുള്ളത് കൊടുക്കുക, അല്ലെ ലുക്ക് എന്ന് കൊടുക്കുക, അല്ലെ ഫീൽ എന്ന് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. ഗുരുദാസ്. ഓക്കെ. ദ ഡെഫിസിറ്റ് ഓഫ് റെയിൻഫോൾ ലെഡ് ടു drought. Okay. There's a chance of temperature following deficit of rainfall. Okay. Rain. Yeah.
Difference between illuminate and enlight. Illuminate എന്ന് പറഞ്ഞാലും illuminate എന്ന് പറഞ്ഞാൽ ലൈറ്റ് അപ്പ് ചെയ്യുക, ബ്രൈറ്റൻ ചെയ്യുക. എൻലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം എന്നുള്ള അർത്ഥം, എൻലൈറ്റൻ ചെയ്യുക എന്നുള്ള അർത്ഥം, എൻലൈറ്റൻ. ദാറ്റ്സ് എ ഡിഫറൻറ്റ്. എൻലൈറ്റ് അല്ല, എൻലൈറ്റൻ. ഇറ്റ്സ് നോട്ട് ലൈറ്റ്, എൻലൈറ്റ് അല്ല, എൻലൈറ്റൻ. അതാണ് ഡിഫറൻസ് കേട്ടോ അനഘ. The keenness of the students to learn invigorates the teachers a lot. Special investigation time probing the fire-related problem in Brahmapuram plant reveals an inadequate surveillance of pollution control board makes deficit in wasting processing in the plant. Special investigation team ആണോ? Team അല്ലേ? Special investigation team probing the fire-related problem in Brahmapuram plant reveals an inadequate surveillance of pollution control board makes deficit in. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ, അല്ലാതെ കറക്റ്റാണ്. Whenever I'm at home, a sense of solace bolstered my spirits. Great. It's time to break the solace zone and work according to your mind. Okay. My teachers helped me a lot to eliminate my life. Dr. Ambedkar eliminated the way of equality to India. Yeah. The military has bolstered its manpower. Okay. People in our nation have keenness to violate the rules. This exacerbate the spreading of Omicron virus. Yes. He has always been very keen in learning new things. The high mass light illuminated the whole ground. To everyone's astonishment, her life got illuminated after the surgery, though medical team earlier made the remark that the way back to past life is impossible. Okay. Their intervention exacerbate the situation. Okay. He was brought up in plethora of luxury. Okay. My all-time solace is reading books which actually exacerbates my creativity to compose poems. Okay. Seeing my exacerbating condition, she illuminated my mind with confidence, which was a great solace for me. Okay. Please eliminate the topic. Okay, that's great. Always eliminate with positive vibe, refrain from negative thoughts. The new budget has nothing much to bolster the COVID-affected people. If there had been the plethora provocations, the commissioner would have arrested for public nuisance. Okay. People bolstered their strength after the recovery of COVID. Their strength, their, THEIR, മാറിപ്പോയരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, theirഉം രണ്ടും വ്യത്യാസമുള്ളതാ. ഇത് adverb ആണ്, ഇത് adjective ആണ്. ആൻഡ് അത് ഓർക്കുക, പൊസസീവ്സ് ആണ്. ഓർമ്മയുണ്ടോ? adjective ആണ്, പൊസസീവ് adjective ആണ്. ഞാൻ പറഞ്ഞ അവരുടെ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അപ്പം അഭിഷേകെ their, ആദ്യത്തെ their. Government's misguided approach exacerbated the issue. Okay. My friend type always solaces me in hard times. Okay. Pandemic outbreak exacerbates unemployment in India. When the COVID started, a plethora of opportunities were lost in the corporate field. Okay. He bolsters his ability by means of practice. The classes by the other 24/7 teachers bolstering my mind, which was exacerbated some days before. ഓക്കെ, ഈസ് ബ്ലോസ്റ്ററിങ് മൈ മൈൻഡ്. ഈസ് ബോൾസ്റ്ററിങ്, ഈസ് അവിടെ ING ഫോം കൊടുക്കുമ്പോൾ ബി ഫോമുലേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ശ്രീദേവി? സോറി, ക്ലാസ്സസ് അല്ലേ, അപ്പോൾ 6 വേണം. അമിസി unemployment and lack of income during the lockdown, increase in LPG and petrol prices exacerbated the destitution of many families. Plethora in production made farmers unhappy. Farmers unhappy അല്ല, farmers happy മതി. unhappy എന്തിനാ വേണ്ട? ഇന്നിട്ടിട്ടുണ്ട് ഹാപ്പിനെസ് കൊടുക്കണം. ഇത് ഞാൻ ഇതേപോലെ കാർത്തിയോട് പറഞ്ഞു തന്നിട്ടുള്ള ഓർമ്മയുണ്ടോ? ഇന്ന് പ്രപ്പോസിഷനാണ്, അതിനുശേഷം നൗണോ പ്രൊനൗണോ വേണ്ട വരാൻ, ഒബ്ജക്റ്റ് വേണ്ട വരാൻ. The absence of timely solace may exacerbate the condition. Do you think that anyone can bolster your life other than yourself? That's great. Next, he exacerbated the situation. Plethora conception of Dolo bolster he immunity and make അഭിഷേക സെനൻസ് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. ബോൾസ്റ്റർ ഹി ഇമ്മ്യൂണിറ്റിയോ ബോൾസ്റ്റർ ദ ഇമ്മ്യൂണിറ്റി ആണോ ഉദ്ദേശിച്ചത്? ആൻഡ് മേക്ക് ദ പീപ്പിൾ മോർ സൊലൈസ് ടു ലിവ് ആയിരിക്കും. അതാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. I will be in solace myself until the mission completes. Okay. The government bolstered the police force by indicting more men and women. Her depression exacerbated, but his solace bolstered and eliminated her. Okay. The exacerbated behavior of the ram
Of the Ram Allah, of Ram, the Ramo, the Ram, the Katiya of Ram made him suffer. Her friend solace her when she was facing through difficulties. Facing through illa. Facing difficult situation. Through avada venda ട്ടോ. Preposition avada kodukkerudhu. Facing is what? Transitive verb. Adinte objective ആണ് ട്ടോ needu. The plethora of happiness will illuminate our lives. Being in solace is the most relaxing aspect. The writer stands exacerbated the situation as he picked up the plethora of stones and fired it endlessly. Okay. India must bolster the rules against child labor. Okay. The master's willingness to eliminate the real facts prevented പിന്നെ exacerbated. അത് പറ്റില്ലാകില്ലേ? അവിടെ അത് പറ്റില്ല. Prevented എന്ത്? Prevented the moral clash between the disciples. Disciples സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. അവിടെ exacerbate കറക്റ്റ് അല്ല, യൂസേജ് തെറ്റാ. രണ്ട് വേർബ് അടുപ്പിച്ചടിച്ച് വരില്ലല്ലോ. വാക്സിനേഷൻ bolstered സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. AB people against COVID-19. My parents eliminated my life. Okay. A glass of cool grape juice gives solace in summer. Okay. All right. Give alla, gives. A glass of the grape juice gives. After he became her better half, her life got eliminated and plethora of solace bolstered her as an individual to a large extent. Extended spelling ഞാൻ ഇന്നലെ പറഞ്ഞു. ലിമിറ്റ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. എക്സ്റ്റെൻഡ് T ആണ്. D ആണെങ്കിൽ അത് വേർബാ, അത് വേറെ മീനിങ് ആണ്. As earlier, her life seemed to be exacerbating due to toxic people. He found solace on receiving proper medicines for his illness. Almost subsidies was reduced other than LPG, which was exacerbating to people. Vaccines bolstering the immune system. Okay. To get a solace from her personal problems, she bolstered her mind. She bolsters Parvati, okay? Sorry, Pravita, yeah. When people having comorbidities are affected with COVID-19, it exacerbates their health condition. Exacerbated nationalism is always going to be in dangerous because be in dangerous varayilla. Be dangerous madi. Innu venda avade. Because it makes the dictators in the country. On account of recent border tension, army bolstered security. അതെ, ആ പ്രാക്ടീസ് കറക്റ്റാണ് കാർത്തിക. Rate of COVID vaccination was bolstered in the past few years. Editorial sessions eliminated the vocabulary of HCA aspirants. Okay, teachers will always bolster the students. അവിടെ അപ്പസ്ട്രോഫി വേണം. ടീച്ചേഴ്സ് പ്ലൂറൽ മതി. അപ്പസ്ട്രോഫി വേണം. ടീച്ചേഴ്സ് അധ്യാപകർ എന്നുള്ളത്. Plethora comments will make editorial sessions too long. Yes, it is. ഒരുപാട് കമൻസ് ആയി. ഞാൻ പയ്യെ ഇതൊന്ന് ഇത് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പോയാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. 10 ഓൾറെഡി. ലാസ്റ്റ് നോക്കാം. പ്രൊക്യൂർമെന്റ്, അക്വിസിഷൻ, അറ്റൈൻമെന്റ്, ആക്സഷൻ. പ്രൊക്യൂർമെന്റ്. അടുത്തത് മഷ്റൂമിങ് അഡ്ജക്റ്റീവ് ആണ്. ഗ്രോവിങ്, എക്സ്പാൻഡിങ്, റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആട്ടോ. റാപ്പിഡ്ലി ഗ്രോവിങ് അല്ലെങ്കിൽ എക്സ്പാൻഡിങ്, ഡെവലപ്പിംഗ് എന്നൊക്കെയാണ് മഷ്റൂമിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രൊക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ അക്വിസിഷൻ, അറ്റൈൻമെന്റ്, നേട്ടം, ആക്സഷൻ എന്നൊക്കെയാണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇത് ഒരുപാട് ലോങ് ആയി പോവാണ് കേട്ടോ. Okay. Plethora of job opportunities keeps on reducing with my age. Being single makes me solace. Plethora of nutritional food to be included in diet to bolster the immunity. The outbreak of the fire in the Amazon basin has resulted in the loss of plethora species and their habitats. Plethora of candidates are attending the HC exam. Redubam's editorial session bolster our journey towards success. Editorial session bolster alla, bolsters. Ini editorial sessions ആണെങ്കിൽ അത് bolster. Accordingly, subject singular എങ്കിൽ verb singular കേട്ടോ. There is a plethora of money for 3 generation with me. Okay. അവിടെ യൂസേജ് ഒന്ന് തെറ്റി അഞ്ജന. There is a plethora of money with me for 3 generation. എങ്ങനെ കൊടുക്കണം? All right. My pet dog eliminates my life. Okay. Eliminate our thoughts. Come out of comfort zone of solace and grab the plethora of opportunities around us. Great. The phones submitted before the court will eliminate the prosecution's chances to bolster proofs against endangering the corpse by the accused. Shall we move on to the article, please? Yes, we will, of course. Kerala is blessed with plethora of flora and fauna. Yes. Let's move to the article. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, ആർട്ടിക്കിളോട്ട് പോകാം.
ദിസ് ഇസ് ആർട്ടിക്കിൾ ബിഗ് ഓൺ ഹോപ്സ്, ഷോർട്ട് ഓൺ ഐഡിയാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ. അപ്പം ഇതുവരെ മനസ്സിലായി, എല്ലാം മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട എല്ലാവരും. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ഇടുക. എന്നിട്ട് എനിക്ക് തംസ് അപ്പ് ഇട്ടേ, കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ തംസ് അപ്പ് വരട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ആർട്ടിക്കിൾ വായിക്കാം. ഓക്കെ, യെസ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഇതാണ്, ബിഗ് ഓൺ ഹോപ്സ്. ഒരുപാട് ഹോപ്സ് ഉണ്ട്, ഒരുപാട് വലിയ ഹോപ്പ് നമുക്കുണ്ട്, പ്രതീക്ഷകളുണ്ട്. ബട്ട് ഷോർട്ട് ഓൺ ഐഡിയാസ് വളരെ ഇതാണ്. നമുക്കപ്പോൾ ആർട്ടിക്കിൾ നോക്കാം. ബജറ്റിനെ പറ്റി. ദ ബജറ്റ് എയിംസ് ടു ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി ബട്ട് ലാക്സ് ഗ്രോത്ത് ഇൻവിഗറേറ്റിംഗ് പ്രൊപ്പോസൽസ്. അപ്പോൾ നോക്കുക, ഒറ്റ വാക്കിൽ നമ്മൾ പറയാണ്, നമ്മുടെ ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2022 ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നിർമ്മല സീതാരാമൻ്റെ 4ാമത്തെ ബജറ്റാണ് അല്ലേ. അപ്പോൾ ബജറ്റിനെ പറ്റി പറയുകയാണ് ബജറ്റ് എയിംസ് ടു ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നമ്മുടെ ട്രാവൽ, അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ്. കണക്ടിവിറ്റി, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് കണക്ടിവിറ്റിയെ പറ്റിയാണ്. ബട്ട് ലാക്സ് ഗ്രോത്ത് ഇൻവിഗറേറ്റിംഗ്, ഗ്രോത്ത് റീവൈറ്റലൈസ് ചെയ്യാനായിട്ട്, അത് റെജുവിനേറ്റ് ചെയ്യാനുള്ള പ്രൊപ്പോസൽസ് ഇല്ല, അത് ലാക്ക് ചെയ്യുന്നു, ഡെഫിഷ്യൻസി ഉണ്ട് അവിടെ എന്നാണ് പറയുന്നത്. ലെറ്റ്സ് റീഡ്. Finance Minister Nirmala Sitharaman's 4th successive budget, while commonsensical in its approach, is not exactly bubbling with new ideas. With the economy still in search of durable momentum that could help entrench the recovery from the last fiscal year's record contraction, Ms. Sitharaman has missed an opportunity to address the flagging consumer spending in the wake of erosion in real incomes and savings through the combination of tax breaks of the middle class and. നോക്കാം. അപ്പോൾ നിർമ്മല സീതാരാമൻ്റെ 4ാമത്തെ ബഡ്ജറ്റ് നമ്മളത് പറഞ്ഞു. അതിൽ കോമൺ സെൻസിക്കലാണ്. കറക്റ്റ് നോക്കുവാണെങ്കിൽ കോമൺ സെൻസ് ലോജിക്കലാണ്. നമുക്ക് നോക്കാം, റീസണബിൾ ആണ്, ലോജിക്കലാണ്. കോമൺ സെൻസിക്കൽ, ലോജിക്കൽ ബട്ട് ആണ്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ബബ്ലിംഗ് വിത്ത് ഐഡിയാസ്. പക്ഷെ അത്ര ഐഡിയാസ് നമുക്ക് അത്ര ഹാപ്പി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നില്ല. കാരണം അത്രമാത്രം ഐഡിയാസ് ഒന്നും ഇതിലില്ല. ഇറ്റ് ലാക്സ് ഐഡിയാസ്, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്കോണമിയുടെ പ്രത്യേകത എന്താ? ഇപ്പം ഇക്കോണമി ഒന്ന് കറക്റ്റ് മൊമെൻറ്റം ഒന്ന് വരാൻ വേണ്ടിയിട്ട്, ആ ഒരു ട്രാക്കിലോട്ട് ആക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് സെർച്ചിങ് അല്ലേ, ഇറ്റ്സ് സെർച്ചിങ് ഇറ്റ്. പക്ഷേ ഇറ്റ് കുഡ് നോട്ട് ഹെൽപ്പ് എൻട്രഞ്ച് ദ റിക്കവറി. എന്താണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഒരു റിക്കവറി ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്നില്ല ഈ ഒരു ബഡ്ജറ്റ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കൺട്രാക്ഷൻ നിങ്ങൾക്കറിയാം. നമ്മുടെ എക്കോണമി ഒന്ന് തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിർമ്മല സീതാരാമൻ അവിടെ എന്ത് ചെയ്തു? ഷി മിസ്ഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ദ ഫ്ലാഗിംഗ് കൺസ്യൂമർ സ്പെൻഡിങ് ഡിക്ലൈനിങ് പറഞ്ഞില്ലേ. സ്പെൻഡിങ് ഇൻ ദ വേക്ക് ഓഫ് ഇറോഷൻ നിങ്ങൾക്കറിയാലോ, സോയിൽ ഇറോഷൻ, നാശം. ഇൻ റിയൽ ഇൻകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സേവിങ്സ് നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ഒരു ഓപ്പർച്യൂണിറ്റി, അത് പറയാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി അത് മിസ്സായിപ്പോയി സീതാരാമൻ. ത്രൂ എ കോമ്പിനേഷൻ ഓഫ് ടാക്സ് ബ്രേക്സ് ഫോർ മിഡിൽ ക്ലാസ് ആൻഡ് അതുപോലെ തന്നെ ക്യാഷ് ഹാൻഡ് ഔട്ട്സ് ഫോർ ദ പുവർ. അപ്പോൾ വെറും കുറച്ച് ടാക്സ് ബ്രേക്സിനെ പറ്റി മിഡിൽ ക്ലാസ്സിന് പറഞ്ഞു കൊടുക്കാനും ഹാൻഡ് ഔട്ട്സ് കൊടുക്കുകയാണ് പുവറിന് കൊടുക്കാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. And even the minister acknowledges the role public capital expenditure could play in crowding in private investment at a time when private investments seem to require that support and help to pump prime demand in the economy. The budget outlay of rupees 7.50 lakh crore for the capital account marks just a 24.4% increase from the revised estimate of 6.03 lakh crore rupees for the current fiscal. To be sure, Ms. Sitharaman's speech highlights a PM Gati Shakti, a transformative approach for economic growth and sustainable development that is to be. അപ്പം സീതാരാമൻ്റെ സ്പീച്ച് കൃത്യമായിട്ട് എവിഡൻ്റ് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞതാണ്, അക്നോളജ് ചെയ്തു, പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറഞ്ഞു. അത് ഒരുപാട് അതിന് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെക്ടറിൽ ഒരുപാട് അറ്റ് എ ടൈം ഈ ഒരു സമയത്ത് അത് പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ റോള് എന്തോരോ ഉണ്ടെന്ന് അവിടെ നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ അക്നോളജ് ചെയ്തു, പറഞ്ഞു.
കാര്യം എന്താ വെച്ചാൽ ഇങ്ങനൊരു എറയിൽ വെൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും സപ്പോർട്ട് വേണ്ട സമയത്ത് റിക്വയർ ദാറ്റ് സപ്പോർട്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. ആ സപ്പോർട്ട് വേണ്ട സമയത്ത് പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ റോളിനെ പറ്റി അക്നോളജ് ചെയ്തു. ആൻഡ് അതിനാണ് എന്ത് വേണ്ടത്, നമുക്ക് പ്രൈം എക്കോണമിയിൽ ഏറ്റവും പമ്പ് ഡിമാൻഡ് ഉള്ളത് അവിടെ പ്രൈവറ്റ് സെക്ടേഴ്സിനാണ്. ആ സമയത്ത് ആ ബഡ്ജറ്റ് ഔട്ട്ലേൻ്റെ ഇതിനാണ് പറയുന്നത് 7.50 lakh crore ആണ് ക്യാപിറ്റൽ എമൗണ്ട് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് 24.4% ഇൻക്രീസ് ആണ് കാണിക്കുന്നത് ഫ്രം ദ റിവൈസ് ചെയ്ത എസ്റ്റിമേറ്റിൽ നിന്ന് 24.4% ഇൻക്രീസ് വരുന്നുള്ളൂ. ഓക്കെ, കഴിഞ്ഞ കറണ്ട് ഫിസ്കൽ വെച്ച് നോക്കുമ്പോൾ. ഇനി നിർമ്മല സീതാരാമൻ്റെ സ്പീച്ചിൻ്റെ ഹൈലൈറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ PM ഗതിശക്തി, PMൻ്റെ ഹൈലൈറ്റ്സ് PM ഗതിശക്തിയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? അത് ആ ഒരു സ്കീമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് അപ്രോച്ചാണ്. ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഒരു അപ്രോച്ചിനൊരു ചേഞ്ചാണ് കാണിക്കുന്നത്. ഇക്കണോമിക് ഗ്രോത്തിനും സസ്റ്റൈനബിൾ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു സ്കീം അല്ലെങ്കിൽ ഒരു പുതിയൊരു അപ്രോച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചേഞ്ച്, ഒരു മാറ്റം, ഒരു പുതിയൊരു അപ്രോച്ചിനെ പറ്റി പറയുന്നു. ദാറ്റ് ഈസ് ടു ബി പവേർഡ് ബൈ ദി 7 engines ഓഫ് റോഡ്സ്, railways, airports, ports, mass transport, waterways, and logistics infrastructure. While the broad sweep of the public infrastructure envisioned by the program could potentially be truly transformative if it were to be executed as imagined, the budget is largely short on details where it concerns its specifics and pencils in some figures only for the roads and railways components. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞേ 7 എൻജിൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏതൊക്കെ എൻജിൻസാണ്? റോഡ്സ്, റെയിൽവേസ്, എയർപോർട്ട്സ്, പിന്നെ പോർട്സ്, മാസ് ട്രാൻസ്പോർട്ട്, വാട്ടർവേസ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിനെയാണ് നമ്മൾ ഈ 7 ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് 7 എൻജിൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ഇത്തവണ കൊടുത്തേക്കുന്ന 7 എൻജിൻസ് ഓർത്ത് വെച്ചോണേ. ഏതൊക്കെയാണ്? റോഡ്സ്, റെയിൽവേസ്, എയർപോർട്ട്സ്, പോർട്സ്, മാസ് ട്രാൻസ്പോർട്ട്, വാട്ടർവേസ്, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. അത് മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഈ പ്രോഗ്രാം എൻവിഷൻ ചെയ്തേക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രൂലി ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരെണ്ണമാണ്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് പൊട്ടൻഷ്യലി ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും, നന്നായിട്ട് ഇമാജിൻ ചെയ്ത പോലെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ. കാരണം പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, ഇതിന് നമ്മുടെ ബഡ്ജറ്റിന് ഒരു പോരായ്മയെന്ന് ലൂപ്പ് ഹോൾ ഉണ്ട്. എന്താ വെച്ചാൽ ഇറ്റ്സ് ലാർജ്ലി ഷോർട്ട് ഓൺ ഡീറ്റെയിൽസ് ഒന്നുമില്ല, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുള്ളൂ. ദർ ഇസ് നോ സ്പെസിഫിക്സ്, അവിടെ സ്പെസിഫിക്സ് കൊടുത്തിട്ടില്ല, കൃത്യ ഫിഗേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സ്പെസിഫിക്സ് കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത് റോഡ് റെയിൽവേ കോമ്പണൻസിന് മാത്രമാണ്, വേറെ ഒന്നിൻ്റെയും കാര്യത്തിൽ സ്പെസിഫിക് ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടില്ല. ദാറ്റ്സ് എ ഫസ്റ്റ് പാരഗ്രാഫ് ഓൾ അബൌട്ട്. രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് നോക്കാം. 3 പാരഗ്രാഫ് ഉള്ള വലിയൊരു ആർട്ടിക്കിളാണ് കേട്ടോ. ദ ബഡ്ജറ്റ് ലിസ്റ്റ് എ മാസ്റ്റർ പ്ലാൻ ഫോർ എക്സ്പ്രസ് വേസ് ദാറ്റ് വിൽ ബി ഫോർമുലേറ്റഡ് ഇൻ 2022-23 അണ്ടർ ദ സ്കീം ആൻഡ് പ്രോജക്ട്സ്. ദ അഡ്രീഷൻ ഓഫ് 25,000 കിലോമീറ്റേഴ്സ് ഓഫ് റോഡ്സ് ടു ദ നാഷണൽ. അപ്പോൾ അടുത്ത ബഡ്ജറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, എക്സ്പ്രസ് വേസിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്രസ് വേസിൻ്റെ മാസ്റ്റർ പ്ലാന് 22-23 നമ്മളതിൻ്റെ സ്കീം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ 25,000 കിലോമീറ്ററോളം റോഡ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഏതിലേക്കാണ്? നാഷണൽ ഹൈവേ നെറ്റ്വർക്ക്സ്. നമ്മുടെ നാഷണൽ ഹൈവേ നെറ്റ്വർക്ക്സിലോട്ട് 25,000 കിലോമീറ്റർ റോഡ് വേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അതാണ് മാസ്റ്റർ പ്ലാൻ ഓഫ് എക്സ്പ്രസ് വേസ് അടുത്ത് വരാൻ പോകുന്നത് കേട്ടോ. അത് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിനാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞില്ല. അതാണ് ദ ടോക്ക് ഓഫ് എനേബിളിംഗ് സീംലെസ് മൾട്ടി മോഡൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ആൻഡ് പ്രൊവൈഡിംഗ് മൾട്ടി മോഡൽ കണക്ടിവിറ്റി ബിറ്റ്വീൻ മാസ് urban transit systems and railway stations. However, all sound a familiar refrain from past speeches. ആണ് ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ മൈൽസ് ടു ഗോ ബിഫോർ സ്ലീപ്പിലെ ആ റിഫ്രെയിൻ ഉണ്ടല്ലോ, റിപ്പീറ്റീവ് ലൈൻ ആണ്. പഴയ സ്പീച്ചിൻ്റെ അതേ റിപ്പീറ്റേറ്റീവ് ലൈനാണ്. എന്താ ഇത്? എന്തിനാ കൊടുക്കുന്നത്? സീംലെസ് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള മൾട്ടി മോഡൽ എല്ലാ മോഡ്സിലുമുള്ള മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് പീപ്പിൾ. ഇന്ന് കുറേ വായിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. ഐ എം സോ സോറി ഫോർ ദാറ്റ്. മൾട്ടി മോഡൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സും പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു സീംലെസ് ആയിട്ട് മോഡൽ മൂവ്മെന്റിനെ പറ്റിയാണ് ഇത് പറയുന്നത്, കണക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അർബൻ ട്രാൻസിറ്റ് ആണ്. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മൂവ്മെന്റ് ആണ്, മൂവ്മെന്റ് സിസ്റ്റം. ഓക്കെ,
മാസ് അർബൻ ട്രാൻസിറ്റ് സിസ്റ്റം ആണ് ആൻഡ് റെയിൽവേ സിസ്റ്റം കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് പഴയ കാര്യം, നേരത്തെ സ്പീച്ചിൽ അതേ ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. റിഫ്രെയിൻ ആണ് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റിപ്പറ്റേറ്റീവ് ലൈൻ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. തേർഡ് പാരഗ്രാഫാണ്, നമുക്ക് നോക്കാം എന്താണ്. The spending outlays on several other key sectors including healthcare, rural development and the vital jobs and income providing National Rural Employment Guarantee Scheme have all shrunk as a percentage of overall expenditure in the budget estimates for fiscal 2023 from the revised estimates. അപ്പോൾ ഇനി വരാൻ പോകുന്നത് സ്പെൻഡിങ് എക്സ്പെൻഡിച്ചർ കൊടുക്കുകയാണ്. സെവറൽ അതർ കീ സെക്ടേഴ്സ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത് കെയറിൽ, റൂറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കുറച്ച് വൈറ്റൽ ജോബ് ആൻഡ് ഇൻകം പ്രൊവൈഡിങ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീംസ് ഉണ്ട്. റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം REGS, യെസ്, നാഷണൽ NRIGS, യെസ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീം. അതിന് വേണ്ടിയിട്ടും ബജറ്റിൽ ഇടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അവയെല്ലാം ചുരുങ്ങി, പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ അതിന് ചുരുങ്ങി, ഒരുപാട് ചുരുങ്ങിയിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ. അത് ഓർക്കണം. അത് നമ്മുടെ ഫിസിക്കൽ 2023 ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫോർ ദ കറണ്ട് ഇയർ ഇവിടെ എസ്റ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത കുറച്ച് സ്കീമുകൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈവൻ ഇഫ് സം കേസസ് ഓൺലി മാർജിനലി, എന്നാലും കുറച്ചേ ഉള്ളൂ, ഫ്ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളെങ്കിലും ഉണ്ട് എന്ന് പറയുന്നു. അതായത് കുറച്ചെങ്കിലും ഉണ്ട്, വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. That these sectors have been forced to bear the impact of the government's keenness to broadly stick to a fiscal consolidation roadmap, with the budget projecting a narrowing of the fiscal deficit to 6.4 of the GDP in 22-23 from a revised estimate of 6.9%, reflects on its priorities. Government spends on healthcare ought to have instead been significantly increased, with the lessons from the ongoing pandemic's first two waves serving to eliminate the need for a sizable enlargement of the public health infrastructure കേട്ടോ. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ കീനായിട്ടുള്ള നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കൺസോൾട്ടേഷൻ മാപ്പ്, റോഡ് മാപ്പിലോട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഡെഫിസിറ്റ് 6.4 GDP-യിൽ നിന്ന് 6.9-ൽ നിന്ന് 6.4-ലോട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പ്രയോറിറ്റീസ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാൻ പറ്റും. അപ്പോൾ കുറച്ച് ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് ഇപ്പോൾ ഇത്തവണ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓട്ട് ടു ഹാവ് ഗിവൺ, അത് നന്നായി. കാരണം എന്തുകൊണ്ടാണ്, നമുക്കൊരു ലെസൺ, വി ലേൺ ദ ലെസൺ ഫ്രം ദ ഓൺഗോയിങ് പാൻഡമിക്. 2 പാൻഡമിക് ഫേസസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. വി ലേൺഡ് എ ലെസൺ, അല്ലേ, വി അണ്ടർസ്റ്റുഡ് ദാറ്റ് കുറച്ച് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മൾ സൈസബിൾ എൻലാർജ്മെൻറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ പണി പാളും എന്ന് 2 വേവ് വന്നപ്പോഴേക്കും, കോവിഡ് വേവ് വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹെൽത്ത് സെക്ടറിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, എ സോഴ്സ് ഓഫ് സം സൊലേസ് കംഫർട്ട് though is announcement of National Tele-Mental Health Program to address mental health problems that have been exacerbated by the claustrophobic lockdowns and plethora of anxieties triggered by the pandemic. അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഇതാണ്, നോക്കുക, നമ്മുടെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. ആ ഇനിഷ്യേറ്റീവ് എന്തായാലും നന്നായി. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്ത് നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ക്ലോസ്ട്രോഫോബിക് ലോക്ക്ഡൗൺസ്, ഈ ലോക്ക്ഡൗൺസ് ഒരുപാട് ക്ലോസ്ട്രോഫോബിയ കൊണ്ടുവന്നു. അതുപോലെ അബൻഡൻറ്റ് ഓഫ് ആൻസൈറ്റി പ്രോബ്ലംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാൻഡമിക് ഒരുപാട് പേരെ ട്രിഗർ ചെയ്തിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ നാഷണൽ ടെലിമെൻ്റൽ ഹെൽത്ത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരുപാട് ഉപയോഗപ്പെടും. ഇങ്ങനെ ഇവിടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഇവിടെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത്, ഇൻ എ നോട്ട് ടു ദ റൂളിംഗ് പാർട്ടീസ് നാഷണലിസ്റ്റ് മൂറിങ്സ് in line with government's push to increase self-reliance or Atmanirbhara, the finance minister has proposed a series of tariff and policy steps that could help bolster domestic manufacturing in the long run. As a key policy element is ഇവിടെ പറയുന്നുണ്ട്, റൂളിംഗ് പാർട്ടി, നമ്മളിപ്പോൾ റൂളിംഗ് പാർട്ടി BJP എടുത്ത് പറയുകയാണെങ്കിൽ നാഷണലിസ്റ്റിക് മൂവ്മെൻറ്റ്, ഇവിടെ മൂറിങ്സ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത് പറയാൻ പോലെ കുറച്ച് കെട്ടുകഥകളുണ്ടല്ലോ, ലൈക്ക് സ്റ്റോറീസ് എന്ന് നമ്മൾ പറയില്ലേ. മൂറിങ്സ് എന്ന് പറയുന്നതിന് കറക്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ കെട്ടുകഥകൾ എന്ന് പറയും. ഫാബ് നമ്മൾ പറയില്ലേ, സ്റ്റോറീസ് എന്ന് പറയില്ലേ, ടെയിൽസ് എന്ന് പറയും, നാഷണലിസ്റ്റിക് ടെയിൽസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ മൂറിങ്ങിന് വേറെ അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന മൂറിങ്സ് എന്ന് പറയുന്നത് ടെയിൽസ് ആണ്, കെട്ടുകഥകൾ. ആൻഡ് അക്കോർഡിംഗ് വിത്ത് ഗവൺമെൻറ് പുഷ് ടു ഇൻക്രീസ് സെൽഫ് റിലയൻസ്, നമ്മുടെ ആത്മനിർഭരതയുണ്ടല്ലോ,
അതായത് ആ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഇതെടുക്കുക, അതാണ് അല്ലേ, കുറച്ച് നാളായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് അതിനെപ്പറ്റി. അപ്പോൾ അത് ലൈക്ക് നമ്മുടെ കൊറിയൻ ഒക്കെ ചെയ്യുന്ന പോലെ അവരവിടെ ഉണ്ടാക്കുന്നത് അവിടെ, അപ്പോൾ നമുക്ക് ഒരുപാട് മറ്റ് കൺട്രീസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് താരിഫ് പോളിസി സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് ടു എന്താണ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെല്ലാം ഡീറ്റെയിലിംഗ് ഇല്ല അവിടെ ഒന്നും. അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻ എ ലോങ് റൺ അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അത് നമ്മൾ എത്തിക്കേണ്ട എവിടെയാണ്, സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സിലോട്ടിലല്ല എത്തിക്കണം, അല്ലാതെ കുറച്ച് ബിഗ് ഷോട്ട്സിന് മാത്രം കൊടുക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഇനിക്വാളിറ്റി വരുന്നത്. അപ്പോൾ a key policy element is a commitment to reduce import dependence in procurement for the country's defense forces. To that end, the minister has proposed earmarking 68% of the armed forces capital procurement budget to domestic industry in 2022-23, a not insignificant increase from the current fiscal's 58% target. The tariff rationalizations, which cover a broad swath of items ranging from electronics, gems and jewelry, then chemicals, inputs used by MSME units and project and capital goods could, however, have varying short-term impacts. Specifically, the move to phase out the concessional rates in capital goods. അപ്പോൾ ഇനി നമ്മുടെ സെൽഫ് റിലയൻ്റ് ആയുള്ള ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞില്ലേ, അതിലെ പ്രൊക്യൂർമെൻറ്റിൽ നമ്മൾ ഡിഫൻസ് ഫോഴ്സസിൽ ഇതിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. റെഡ്യൂസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് എന്തിനാണ് അസസ് ചെയ്യുമ്പോൾ, എന്ത് അസസ് ചെയ്യാൻ, ഡിഫൻസ് ഫോഴ്സിന് അസസ് ചെയ്യുമ്പോൾ അതുള്ള കാര്യത്തിനെ പറ്റിയും പറയുന്നുണ്ട്, അതും ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 68% നിന്ന് പ്രപ്പോസ് 68 ആർമഡ് ഫോഴ്സിൽ നിന്ന് 58% ടാർഗറ്റിലോട്ട് കുറയ്ക്കുന്നുണ്ട്. ആ ഒരു 58 ടാർഗറ്റിൽ നിന്ന് 68 ടാർഗറ്റിലോട്ട് കൂട്ടിയിട്ടുണ്ട്, സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് വന്നിട്ടുണ്ട്, അതും ഇവിടെ പറയാം. അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വിങ് ഓഫ് ഐറ്റംസ്, ഒരു സ്വീപ്പ് ഓഫ് ഐറ്റംസ്, ഒരു കുത്ത് തന്നെ ഒരുപാട് ലോഡ് ഓഫ് ഐറ്റംസിനെ പറ്റി പറയുന്നുണ്ട്. ലൈക്ക് ഇലക്ട്രോണിക്സ് എടുത്തോ, ഇനി ജെംസ് എടുത്തോ, മൂല്യമുള്ള കല്ലുകൾ, ജ്വല്ലറി എടുത്തോ, ജ്വല്ലറി അൺകൗണ്ടബിൾ ആണ്, ഇറ്റ്സ് നോട്ട് ജ്വല്ലറീസ്, ജ്വല്ലറിയാണ് അൺകൗണ്ടബിൾ ആണ്. കെമിക്കൽസ് എടുത്തോ, ഇൻപുട്സ് ദെൻ മറ്റ് ഇൻപുട്സ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിനെ പറ്റി എടുക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ദെയർ ഓൾസോ വിൽ ഹാവ് ഷോർട്ട് ടേം ഇമ്പാക്ട്സ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത് വെച്ചാൽ ദർ ഗ്രാജുവലി സ്റ്റോപ്പ് യൂസിങ് ദ കൺസെഷണൽ റേറ്റ്സ്. ക്യാപിറ്റൽ ഗുഡ്സിലുള്ള കൺസെഷൻസ് ഉണ്ടല്ലോ, കൺസെഷണൽ റേറ്റ്സ് കുറയ്ക്കുന്ന ഒരു പ്ലാനാണ് ഇവിടെ പറയുന്നത്. ഫേസ് ഔട്ട് ചെയ്യാണ്, അതിനെ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യാണ് പറയുന്നത്. ആൻഡ് പ്രോജക്ട് ഇമ്പോർട്ട്സ് ഗ്രാജുവലി ആൻഡ് apply a moderate tariff of 7.5% could in the short term hurt infrastructure projects, the setting up of new manufacturing capacity, some proposed exceptions for advanced machinery notwithstanding. The minister has tried to address a raging debate over how to deal with virtual currencies by adopting a twin track approach. On the one hand, Ms. Sitharaman proposes to introduce in the coming fiscal year a central bank digital currency that she posits will impart a big boost to the digital economy and lead to a more efficient and cheaper currency management. അപ്പോൾ അടുത്ത ഇതിലോട്ട് വരുന്നത് വെച്ചാൽ കറൻസിയെ പറ്റി പറയുകയാണ്. നിങ്ങൾക്കറിയാം അടുത്തത്. അപ്പോൾ ഇനി പറയാവുന്നത് കുറച്ചൊരു നമ്മൾ പ്രോജക്റ്റ് ഇമ്പോർട്ട്സിൽ നമ്മൾ ഒരു മോഡറേറ്റ് താരിഫ് കൊടുക്കുന്നു, ലൈക്ക് 7.5% താരിഫ് ടാക്സ് പറയുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഷോർട്ട് ടേം, അത് കുറച്ച് ഷോർട്ട് ടേമിലോട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇറ്റ് ഹേർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഡക്ട്സ്, അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്റ്റിനെ ഹേർട്ട് ചെയ്യും. ഓക്കെ പറയുന്നുണ്ട്. ആൻഡ് ദെൻ അടുത്ത് പറഞ്ഞു വരുന്നത് ഇനി കറൻസിയെ പറ്റിയാണ് അല്ലേ. വിർച്വൽ കറൻസി എത്രത്തോളം ഇമ്പാക്ട് ചെയ്യും, വിർച്വൽ കറൻസിയുടെ അഡോപ്ഷനെ പറ്റി പറയുന്നുണ്ട്. അത് എവിടേക്ക് വരുന്നു, അത് അടുത്ത ഫിസ്ക്കൽ ഇയറിൽ നെക്സ്റ്റ് ഇയറിലോട്ട് പോകുവാണ്. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയെ പറ്റി പറയുന്നുണ്ട് സീതാരാമൻ. അവിടെ നമുക്ക് ഡിജിറ്റൽ എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവ കറൻസിയെ പറ്റി പറയുന്നത്. കുറേ നാളായിട്ട് ക്രിപ്റ്റോ കറൻസി അതുപോലെ ഡിജിറ്റൽ കറൻസിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ചീപ്പർ കറൻസി മാനേജ്മെൻറ്റ് ആൻഡ് അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് കറൻസി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആക്കുമെന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. All right. അടുത്തത്, the RBI issued digital rupee would leverage blockchain and other related technologies. In parallel, she intends to tax income from the transfer of any virtual digital asset of the rate of 30%
with deduction allowed only for the cost of acquisition. It remains to be seen if the government's efforts at bringing the mushrooming trade and investment in a multiplicity of virtual digital assets, including cryptocurrencies, under the tax net would have a salutary impact besides adding a revenue stream to the exchequer. The minister's latest budget also skirts mention of the asset monetization. ഇപ്പോൾ നോക്കാം, അടുത്ത പറയുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന RBI ഇഷ്യൂ ചെയ്യുന്ന ഡിജിറ്റൽ റുപ്പിയെ പറ്റി പറയുന്നുണ്ട്. ഡിജിറ്റൽ റുപ്പി എന്ത് ചെയ്യുകയാണ്, ലെവറേജ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്ലോക്ക് ചെയിൻ ആൻഡ് അതർ മറ്റ് ബ്ലോക്ക് ചെയിൻ അതുപോലെ അതർ റിലേറ്റഡ് ടെക്നോളജിയെ പറ്റി എനിക്ക് തോന്നുന്നു റിജിൻസർ CA ഞാൻ കേട്ടിരുന്നു. കറൻസി പറ്റിയും ബ്ലോക്ക് ചെയിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇന്ന് CA സെഷൻ ബഡ്ജറ്റ് സെഷനാണ്, കൃത്യമായിട്ട് പറഞ്ഞ് 7 o'clock ബഡ്ജറ്റ് സെഷൻ ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ബാക്കിയുള്ള കാര്യങ്ങൾ. നിങ്ങളിതിൽ ഓർത്താൽ മതി. അതിൽ ഇനി വരാൻ പോകുന്ന മെത്തേഡിനെ പറ്റി നമ്മുടെ പറഞ്ഞതിൽ ഡീറ്റെയിലിംഗ് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് യൂസേജ് കാര്യങ്ങൾ മാത്രം നോക്കുക. ബാക്കി റിജിൻ സാർ 7 o'clock പറഞ്ഞു തരും. പിന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇവിടെ പറയുന്നത് ഈ ഒരു ഇതിൽ നമ്മൾ കൊടുക്കുന്ന ലെവി ചെയ്യുന്ന ടാക്സ് റേറ്റിനനുസരിച്ച് നമ്മുടെ എക്സ്പാൻഡിങ് ട്രേഡിനും ഇൻവെസ്റ്റ്മെൻറ്റിനും മൾട്ടിപ്ലിസിറ്റി കൊണ്ടുവരുന്നു ഡിജിറ്റൽ അസറ്റ്സിൻ്റെ വിധത്തിൽ ആൻഡ് ക്രിപ്റ്റോ കറൻസി ഇൻക്ലൂഡിങ്. അതിൽ ഡിജിറ്റൽ അസറ്റ്സ് എന്തൊക്കെ വരാം, വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് ക്രിപ്റ്റോ കറൻസി വരാം, അത് ടാക്സ് നെറ്റിൻ്റെ കീഴിൽ വരുന്നു. അങ്ങനെ റവന്യൂ സ്ട്രീമിന് വേണ്ടിയിട്ട് അതുള്ളതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്ന അടുത്തൊരു പോയിന്റ് പറയുന്നു. ആൻഡ് അടുത്ത മോണിറ്റൈസേഷനെ പറ്റിയാണ്, അസറ്റ് മോണിറ്റൈസേഷനെ പറ്റി പറയുന്നു. മോണിറ്റൈസേഷൻ പ്ലാൻ മെൻഷൻ ഇൻ ദ ലാസ്റ്റ് ബഡ്ജറ്റ്, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു മോണിറ്റൈസേഷനെ പറ്റി, ലാസ്റ്റ് ബഡ്ജറ്റ് പറഞ്ഞിരുന്നു. ആൻഡ് ഷോസ് എ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ക്യാപിറ്റൽ receipts from disinvestment with just 65,000 crore rupees budgeted from asset sale for fiscal 2023 as opposed to 78,000 crore as per the revised estimates of the current fiscal. The minister has had to increase gross borrowings to 14.95 lakh crore rupees, a 24% increase from the current fiscal's budget estimate, but a far sharper 43% jump from the revised estimate of 10.4 lakh crore rupees. The resource crunch manifest in the proposed higher debt insurance is ultimately bound to get more acute in the days ahead, given the budget's lack of growth invigorating proposal. അപ്പോൾ ഡേറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഗ്രോത്ത് വരുന്നില്ല, ഗ്രോത്ത് ഒരു റീവൈറ്റലൈസേഷൻ വരുന്നില്ല, ഗ്രോത്ത് ഫാക്ടർ ഒന്നും വരുന്നില്ല ഇവിടെ നമ്മുടെ ബഡ്ജറ്റ്, ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഓർഡർ പറഞ്ഞ് അവസാനിക്കുന്നത് അത് നമുക്ക് ഈ വരുന്ന ഇത് കൊണ്ട് ഗ്രോത്ത് ഒന്നും വരുന്നില്ല, നമുക്ക് ആകെ ഹയർ ഡെറ്റ് ഇൻഷുറൻസേ വരുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതലാകും. നമ്മൾ ഗ്രോത്ത് പ്രപ്പോസൽസ് ഒന്നും കൂടുതൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് ഓൾസോ സജസ്റ്റീവ് ഇൻ നേച്ചർ അല്ലേ. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാം അതിൽ ഒന്നുമില്ല, സജസ്റ്റീവാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മുടെ ഗ്രോത്തിന് വരില്ല എന്നുള്ള സജസ്റ്റീവ് നേച്ചറിൽ കൊണ്ടുവന്ന ഒരു ആർട്ടിക്കിളാണ് ഇന്ന് ഓതർ വച്ചിരിക്കുന്നത്. ആൻഡ് സോ ബിഗ്, ഇറ്റ്സ് ടു ബിഗ്, ആകെപ്പാടെ വായിച്ച് ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെയൊക്കെ ഒരു നിങ്ങൾക്ക് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് 7 o'clock റിജിൻ സാർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ആർട്ടിക്കിൾ. ഇനി സമയം ഞാൻ കളയുന്നില്ല, ലെറ്റ്സ് ഗോ ടു അവർ സ്പോട്ട് ദ എറർ സെഷൻ. ഓക്കെ, സ്പോട്ട് ദ എറർ സെഷൻ നോക്കാം. ഇന്നത്തെ സ്പോട്ട് ദ എറർ സെഷനിലെ ഇന്നലത്തെ ക്വസ്റ്റൻ ഇതാണ്. ആൻസർ പറയാമോ? മനസ്സിലായെങ്കിൽ ഒരു ഹായ് അനി, ഗെറ്റിംഗ് ബെറ്റർ, കുഴപ്പമില്ല. വിഷ്ണു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എക്സാമിൻ്റെ കാര്യം. ഈ വീക്ക് അഡ്മിറ്റ് കാർഡ് വന്നാൽ നമുക്ക് ഉറപ്പിക്കാം എക്സാം ഉണ്ടാവും എന്ന്, ഇല്ലെങ്കിൽ എക്സാം ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് ടെൻറ്റേറ്റീവ്, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് വന്നാൽ നമുക്ക് വേഗം ആൻസർ പറഞ്ഞ് വേഗം എന്നിട്ട് വേഗം പോകാം. ഇറ്റ്സ് ഓൾറെഡി 10:30 ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് വി ആർ ലേറ്റ്, ഹാഫ് ആൻ അവർ ലേറ്റായി. വേഗം പറഞ്ഞോളൂ. അതെ യാ, ഏതാണ് ഇന്ന് നല്ല നീളം കൂടിയതായിരുന്നു അനി, അത് വായിച്ച് മടുത്തു. ഇന്ന് പറ്റിയ സമയമായിരുന്നു അതുകൊണ്ട്. ഓക്കെ, യാ. Even in the crowded marketplace that global tennis is,
there are no styles and personas quite like Nadal and Barty's. ഏതാണ് ഇവിടുത്തെ ആൻസർ പറയൂ. ആൻസർ പറ എല്ലാവരും ആൻസർ പറഞ്ഞു. ഒരാളെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും ആൻസർ പറഞ്ഞിട്ടില്ല. അഭിഷേകൻ, നമുക്ക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഓരോ പാർട്ടിൽ നിന്ന് എടുത്ത് പാർട്സ് ഓഫ് സ്പീച്ചിൽ തുടങ്ങാം. നൗണ്, പ്രൊനൗൺ, അങ്ങനെ ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് തുടങ്ങുക. അവിടുത്തെ ഡീറ്റെയിൽസ് നോക്കുക, അതിൻ്റെ റൂൾസ് നോക്കി പഠിച്ച് പോകണം. എന്നാലും ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ പഴയ പോലെ നമുക്കിനി മറ്റേ എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് പഠിച്ചു പോകണം കേട്ടോ. ശ്രദ്ധിക്കുക. ആൻസർ പറഞ്ഞേ. ആണോ ചേർത്ത? സ്റ്റൈലാണോ ഇവിടെ വരണ്ടേ? ഓക്കെ. ഇവൻ ഇൻ ദ ക്രൗഡഡ് മാർക്കറ്റ് പ്ലീസ്. ദാറ്റ് ഗ്ലോബൽ പ്ലൂറൽ എടുക്കാം, നോ പ്രോബ്ലം. പേഴ്സണാസ് ആൾക്കാരുമില്ല. ക്വൈറ്റ് ലൈക്ക് നദാൽ ആൻഡ് ബാർട്ടീസ്. ഇവിടെ ഒരു അപ്പസ്ട്രോഫിയസ് ഉണ്ട്. ഇവിടെ രണ്ടാൾക്കാരെ പറ്റിയല്ലേ പറയുന്നത്. ഒരാള് നദാൽ, രണ്ടാമത്തെ ആള് ബാർട്ടി. അവരുടെ എന്തിനെ പറ്റിയാ പറയുന്നത്? അവരുടെ പൊസിഷനെ പറ്റിയാണ് പറയുന്നത്. അവരുടെ സ്റ്റൈൽ ആൻഡ് പേഴ്സോണയെ പറ്റിയാണ് പറയുന്നത്. അവരുടെ പേഴ്സണാലിറ്റി ആൻഡ് അവരുടെ സ്റ്റൈലിനെ പറ്റി. ദാറ്റ് മീൻസ് ബാർട്ടി മതിയോ? നോ. ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച നൗണില്ല, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് പൊസിഷനും കോമൺ പൊസിഷനും. കോമൺ പൊസിഷനാണ് A+B² ഓർമ്മയുണ്ടോ? അവസാന വേർഡ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി ഇട്ട് കൊടുത്തത്. ഇത് കോമൺ പേഴ്സണാണ്. രണ്ടാളല്ലേ, രണ്ട് വ്യക്തികൾ, രണ്ട് സ്റ്റൈലുകൾ, രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ടുപേരുടെ സ്റ്റൈലിൻ്റെ ഡിഫറെൻ്റ് ആണ്, രണ്ടുപേരുടെ രണ്ട് ക്യാരക്ടറാണ് അല്ലേ. സെപ്പറേറ്റ് പൊസിഷൻ അങ്ങനെ വരുമ്പോൾ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? എന്താ മിസ്സിങ്? ഒരു അപ്പസ്ട്രോഫി അല്ലേ മിസ്സിങ്? നദാൽസ് ആൻഡ് ബാർട്ടീസ് അല്ലേ. ഇവൻ ഇൻ ദ ക്രൗഡഡ് മാർക്കറ്റ് പ്ലേസ് ദറ്റ് ഗ്ലോബൽ ടെന്നീസ് ഇസ് ദർ ആർ നോ സ്റ്റൈൽസ് ആൻഡ് പേഴ്സണാസ് ക്വൈറ്റ് ലൈക്ക് നദാൽസ് ആൻഡ് ബാർട്ടീസ്. കത്തിയോ? സെപ്പറേറ്റ് പൊസിഷനാണ്. അപ്പോൾ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്, രണ്ടുപേരുടെ സെപ്പറേറ്റ് ആയിട്ട് പേഴ്സണാലിറ്റീസ് ആണ്. അതുകൊണ്ട് അത് വേണം. ഓക്കെ, ക്ലിയർ? സെറ്റ്. മൂവിങ് ഓൺ ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ദ ബഡ്ജറ്റ് ഈസ് ഇൻ ദ ഡിസൈഡ് ഡിറക്ഷൻ ഇൻ ദ ഗിവൺ സർക്കംസ്റ്റാൻസസ്, but its impact in the economy will depend on the efficiency of implementation. Okay, മൈഥിലി വെറും നദാൽസ് ഇട്ട് കൊടുക്കുന്നത് അപ്പസ്ട്രോഫി വേണം കേട്ടോ. The budget is in the desired direction in the given circumstances, but its impact in the economy will depend on the efficiency of implementation. Take a screenshot and answer it in the comment section. അപ്പോൾ comment section ആൻസർ തരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ. അപ്പം ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം നമ്മുടെ ഗ്രൂപ്പിൽ. താങ്ക് യു സോ മച്ച് എവരി വൺ. നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് എല്ലാം താങ്ക് യു സോ മച്ച്. ലൈവിൽ എല്ലാവർക്കും ഇന്ന് താങ്ക് യു സോ മച്ച്. റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്, കീപ് സപ്പോർട്ടിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ കാണുന്ന എല്ലാവരും. ഓക്കെ, അതുപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കോഴ്സിനെ പറ്റിയൊക്കെ ആണെങ്കിലും ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരോട്ടൊക്കെ എത്തിക്കാം. അതുപോലെ അഡാറ്റ് എൻഫോഴ്സ്മെന്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരൊന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ക്വിസസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പോയിന്റ്സ് ഗ്രാബ് ചെയ്യാം. പിന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് PDF ഒക്കെ കിട്ടും. നോട്ടിഫിക്കേഷൻ കിട്ടും. എക്സാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കിട്ടും, ഏതൊരു കോമ്പറ്റീവ് എക്സാമിനെ പറ്റി. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കാം കേട്ടോ അത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. സീ യു ടുമോറോ at 9 AM. Bye-bye.